Hi all, welcome back to Geotechnical Engineering session. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഇൻഡെക്സ് പ്രോപ്പർട്ടീസിനെ കുറിച്ചായിരുന്നു. ഒരു ഇൻഡെക്സ് പ്രോപ്പർട്ടീസിൽ ആദ്യത്തേത് ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പഠിച്ചു തുടങ്ങി. സോ അതിൽ ഒന്നാമത്തെ മെത്തേഡ് സീവ് അനാലിസിസ് ആയിരുന്നു. സീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ കോസ് ഗ്രൈൻഡ് സോയിലിന് വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ്. സോ നമ്മൾ ക്ലാസ് പറഞ്ഞു നിർത്തിയത് സീവ് അനാലിസിസ് എങ്ങനെയാണ് ചെയ്യുക, അവസാനം സീവ് അനാലിസിസ് നമ്മൾ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് വരയ്ക്കും എന്ന് പറയായിരുന്നു. സോ 75 മൈക്രോൺ സീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ റീറ്റെയിൻ ചെയ്യുന്നതാണ് കോസ് ഗ്രൈൻഡ് സോയിൽ. സോ അതിന്റെ അനാലിസിസ് ആണ് സീവ് അനാലിസിസ് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെഡിമെന്റേഷൻ അനാലിസിസ് ആണ്. സെഡിമെന്റേഷൻ അനാലിസിസ് ഉപയോഗിക്കുന്നത് 75 മൈക്രോൺ CV കൂടെ പാസ് ചെയ്യുന്ന സോയിൽ സാമ്പിളിനെ ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെഡിമെന്റേഷൻ അനാലിസിസ് ആണ്. സോ ഫൈൻ ഗ്രൈൻഡ് സോയിലാണ് സെഡിമെന്റേഷൻ അനാലിസിസ് ഉപയോഗിക്കാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. സോ ലെറ്റ് സ്റ്റാർട്ട് സെഡിമെന്റേഷൻ അനാലിസിസ്. സോ എന്താണ് സെഡിമെന്റേഷൻ അനാലിസിസ് എന്ന് വെച്ച് നമുക്ക് തുടങ്ങാം. സോ നേരത്തെ പറഞ്ഞ ഫൈൻ ഗ്രൈൻഡ് സോയിലിൽ നമ്മൾ ഉപയോഗിക്കുന്നു, അതിന്റെ കാരണമാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുക. സോ ടേക്ക് ഒരു സ്മോൾ പാർട്ടിക്കിൾ ആണ് 75 മൈക്രോണിനേക്കാൾ പാസ് ചെയ്യുക അല്ലേ. സോ 75 മൈക്രോണിന്റെ പാസ് ചെയ്യുന്നത് ഫൈൻ ഗ്രെയിൻ സോയിലാണ്. ഫൈൻ ഗ്രെയിൻ സോയിലിലെ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി വെരി സ്മോൾ പാർട്ടിക്കിൾസ് ആണ്. ആ പാർട്ടിക്കിൾസ് ചാർജ്ഡ് ആണ്. ഇപ്പൊ നമ്മൾ ക്ലേ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഫൈൻ ഗ്രെയിൻ സോയിൽ. നമ്മൾ കളിമണ്ണ് എടുത്താൽ കളിമണ്ണ് നമുക്ക് മോൾഡ് ചെയ്യാൻ പറ്റുന്നതിന്റെ പ്രധാന കാരണം എന്താ? അതിൽ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ട്. സോ പാർട്ടിക്കിൾ ചാർജ് ഉള്ളതുകൊണ്ട് പാർട്ടിക്കിൾസ് തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ടാവും അല്ലെ. സോ പാർട്ടിക്കിൾസ് സ്റ്റിക്സ് ഈച്ച് അതർ. ഇനി നമ്മൾ സീവ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ എന്ത് പറ്റും? ആ പാർട്ടിക്കിൾസ് സീവില് പറ്റിപ്പിടിക്കും. ആ പാർട്ടിക്കിൾ ആരാണോ എക്സ്പെരിമെന്റ് ചെയ്യുന്നത് അയാളുടെ കയ്യിൽ പറ്റിപ്പിടിക്കാം. സോ ഒരു ഫൈൻ ഗ്രൈൻഡ് സോയിൽ സീവ് അനാലിസിസ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചാൽ ആ പാർട്ടിക്കിൾ തമ്മിൽ ഒട്ടിപ്പിടിക്കുമ്പോൾ അതിന്റെ ആക്ച്വൽ സൈസ് നഷ്ടപ്പെടും അല്ലെ. സീവിലോട്ട് ഒട്ടിപ്പിടിച്ചാൽ, ഹാൻഡിലോട്ട് ഒട്ടിപ്പിടിച്ചാൽ നമുക്ക് ആവശ്യമുള്ള റിസൾട്ട് കിട്ടാതിരിക്കും. സോ സീവ് അനാലിസിസ് ഈസ് നോട്ട് യൂസ്ഫുൾ ഫോർ ഫൈൻ ഗ്രൈൻ സോയിൽ. സോ അങ്ങനെയുള്ള അവസരത്തിലാണ് നമ്മൾ പുതിയ മെത്തേഡ്, അതായത് സെഡിമെന്റേഷൻ അനാലിസിസ് ഉപയോഗിക്കുക. സെഡിമെന്റേഷൻ എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് സെഡിമെന്റേഷൻ? നമ്മൾ വെള്ളത്തിൽ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ കലക്കി കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ അതിൽ പാർട്ടിക്കിൾസ് പതുക്കെ സെറ്റിൽ ആവും. സോ സെഡിമെന്റേഷൻ എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി ഓഫ് സെറ്റിലിംഗ് ഓഫ് പാർട്ടിക്കിൾ ഇൻ എ ലിക്വിഡ് സസ്പെൻഷൻ ആണ്. സോ പാർട്ടിക്കിൾസ് ഇട്ടാൽ ഒരു സൊല്യൂഷൻ ആയി കഴിഞ്ഞാൽ, നമ്മളിപ്പം എന്തെങ്കിലും വെച്ചൊരു സൊല്യൂഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ അതിന്റെ പാർട്ടിക്കിൾസ് തന്നെ അതിന്റെ അടിയിലോട്ട് സെറ്റിൽ ആവും. ആ സെറ്റിൽ ആവുന്ന പ്രോപ്പർട്ടിക്കാണ് എന്ത് പറയാ? സെഡിമെന്റേഷൻ എന്ന് പറയാം. സോ സെഡിമെന്റേഷൻ എന്താണെന്ന് മനസ്സിലായി. ഇനി എങ്ങനെയാണ് സെഡിമെന്റേഷൻ നമ്മുടെ ഫൈൻ ഗ്രൈൻഡ് പാർട്ടിക്കിൾ സൈസ് അനാലിസിസിന് ഹെൽപ്പ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സോ അതിന്റെ പ്രിൻസിപ്പിളാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുക. അപ്പം ഈ എക്സ്പെരിമെന്റിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് കഴിഞ്ഞ് കാണും ഒരു സസ്പെൻഷൻ ഉണ്ടാക്കുകയാണ്. ഒരു സസ്പെൻഷൻ എന്ന് വെച്ചാൽ നമ്മൾ സോയിൽ സാമ്പിൾ ഉണ്ടാവും. ആ സോയിൽ സാമ്പിൾ വെച്ചിട്ട് ഒരു സോയിൽ സസ്പെൻഷൻ ഉണ്ടാവും. അപ്പം അതിൽ ഒരു പാർട്ടിക്കിൾ മാത്രം ഞാൻ എടുത്തു. അപ്പം ഓരോ സോയിൽ സാമ്പിൾ ഓരോ ഗ്രെയിൻസ് ഉണ്ടല്ലോ, അതിലൊരു ചെറിയ സോയിൽ ഗ്രെയിൻസ് ആ സസ്പെൻഷനിൽ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഇതിനൊരു വെയിറ്റ് ഉണ്ടല്ലേ. സോ ഈ യൂണിവേഴ്സിലെ എല്ലാ സാധനത്തിനും അതിന് സെൽഫ് വെയിറ്റ് ഉണ്ട്. ആ സെൽഫ് വെയിറ്റ് കൊണ്ട് വേറൊരു ഫോഴ്സും അതിനെ ഒപ്പോസ് ചെയ്യാനില്ലെങ്കിൽ ഇൻക്രീസിങ് വെലോസിറ്റി, എന്താ ആക്സലറേഷൻ ഉണ്ട്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ. സോ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൊണ്ട് ഈ പാർട്ടിക്കിൾ താഴോട്ട് മൂവ് ചെയ്യും. സോ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉള്ളത് കൊണ്ട് ഇൻക്രീസ്ഡ് വെലോസിറ്റിയിൽ പാർട്ടിക്കിൾ താഴോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഒരു ഫ്ലൂയിഡിന്റെ അകത്ത്, ഇപ്പൊ ഒരു വാട്ടർ ആണെന്ന് വിചാരിക്കുന്നത്. സോ ലിക്വിഡ് സസ്പെൻഷന്റെ ഉള്ളിലുള്ള ഒരു പാർട്ടിക്കിളിന്റെ മുകളിൽ അതിന്റെ സെൽഫ് വെയിറ്റ് മാത്രമല്ല ആക്ട് ചെയ്യുക. ഒരു സാധനം, ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് വെള്ളത്തിൽ മുക്കിക്കഴിഞ്ഞാൽ ആദ്യം അതിൽ ആക്ട് ചെയ്യാൻ പോകുന്ന ഫോഴ്സ് ബോയൻ ഫോഴ്സ് ആണ്. നമ്മൾ എന്തെങ്കിലും മുക്കിയാൽ അതിനെ റെസിസ്റ്റ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ആണ് ബോയൻ ഫോഴ്സ്. നമ്മൾ ബോയൻ ഫോഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. സോ ബോയൻ ഫോഴ്സ് എന്ന് പറയുന്ന ഫോഴ്സ് നമ്മൾ ഈ സോയിൽ പാർട്ടിക്കിളിനെ ഒപ്പോസ് ചെയ്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നു. ഇതുപോലെ നമ്മൾ ഫ്രിക്ഷൻ പഠിച്ചിട്ടുണ്ടല്ലേ. ഒരു ഹൊറിസോണ്ടൽ സർഫസിലേക്കൂടെ മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ് ഫ്രിക്ഷൻ. ഇതുപോലെ ഒരു ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എയർ ആവാം, ഗ്യാസ് ആവാം. എയറിലോ ഗ്യാസിലോ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന്റെ മോഷന് എഗെയിൻസ്റ്റ് ആയിട്ട് റെസിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സിനാണ് ഡ്രാഗ് ഫോഴ്സ് എന്ന് പറയാം. സോ ഫ്ലൂയിഡ് ആണ് വാട്ടർ അല്ലേ. സോ വാട്ടറിൽ ഏതെങ്കിലും ഒരു സാധനം ഇമേഴ്സ് ചെയ്താൽ അതിന്റെ മുകളിലോട്ട് എന്ന് വെച്ചാൽ ഏതാണോ ഡയറക്ഷൻ, ആ ഡയറക്ഷൻ ഒപ്പോസ് ചെയ്ത് രണ്ട് ഫോഴ്സസ് ഉണ്ടാവും. ഒന്ന് ബോയൻ ഫോഴ്സ്, ഒന്ന് ഡ്രാഗ് ഫോഴ്സ്. സോ നമ്മൾ ആദ്യം പറഞ്ഞു
ഇതിന്റെ വെയിറ്റ് കൊണ്ട് അത് താഴോട്ട് പോകുന്നു. വേറൊരു ഫോഴ്സും ഇല്ലെങ്കിൽ വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കും. പക്ഷെ ഇതിന് ഒപ്പോസ് ചെയ്ത് രണ്ട് ഫോഴ്സ് ഉണ്ട്, ബോയൻ ഫോഴ്സ് ഉണ്ട്, ഡ്രാഗ് ഫോഴ്സ് ഉണ്ട്. സോ എന്താ സംഭവിക്കുക? ഈ വെയിറ്റ് താഴോട്ട് പോകുന്നതിനെ ഒപ്പോസ് ചെയ്ത് ഈ രണ്ട് ഫോഴ്സ് ഉള്ളത് കൊണ്ട് വെലോസിറ്റി പതുക്കെ പതുക്കെ കുറയും. സോ നമുക്ക് ഈ ഫോഴ്സിന്റെ കണ്ടീഷൻ എഴുതിയാൽ ഡൗൺവേർഡ് വെയിറ്റ് ആക്ട് ചെയ്യുന്നു, അപ്വേർഡ് ബോയൻ ഫോഴ്സും ഡ്രാഗ് ഫോഴ്സും അപ്ലൈ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു സിറ്റുവേഷനിൽ ഈ ഡൗൺവേർഡ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു അപ്വേർഡ് ഫോഴ്സ് ആയാൽ നമ്മൾ എന്താ പറയാ? സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം അല്ലെ? ഈ പാർട്ടിക്കിൾ ഇക്വിലിബ്രിയത്തിലായി. സോ ഇവിടെ ഒരു ഫ്ലൂയിഡ് മീഡിയത്തിലുള്ള പാർട്ടിക്കിൾ ഇക്വിലിബ്രിയത്തിലാകുക എന്ന് വെച്ചാൽ ആ പാർട്ടിക്കിൾ മൂവ്സ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി. സോ നമ്മൾ പറഞ്ഞു വെയിറ്റ് ഒന്നും ഓപ്പോസിറ്റ് ഫോഴ്സ് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കും. ആ വെയിറ്റിനെ കുറയ്ക്കാൻ വേണ്ടി രണ്ട് ഓപ്പോസിറ്റ് ഫോഴ്സ് ഉണ്ട്, ബോയൻ ഫോഴ്സും ഡ്രാഗ് ഫോഴ്സും. അപ്പൊ വെലോസിറ്റി കുറയുകയാണ്. സോ വെലോസിറ്റി കുറഞ്ഞു രണ്ടും കൂടി ഈക്വൽ ആവുമ്പോൾ എന്ത് ചെയ്യും? കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാവും. പിന്നെ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് കോൺസ്റ്റന്റ് വെലോസിറ്റിക്ക് ആയിരിക്കും. ആ കോൺസ്റ്റന്റ് വെലോസിറ്റിക്ക് പറയുന്ന പേരാണ് ടെർമിനൽ വെലോസിറ്റി. ഈ ടെർമിനൽ വെലോസിറ്റിക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് ഗിവൺ ബൈ സ്റ്റോക്സ് ലോ. സോ സ്റ്റോക്സ് ലോ ഇതാണ്: ടെർമിനൽ വെലോസിറ്റി V ഈസ് ഈക്വൽ ടു ഗാമ എസ് മൈനസ് ഗാമ എൽ ബൈ 18 ഈറ്റ ഇൻറ്റു ഡി സ്ക്വയർ. സോ ഇക്വേഷൻ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. ഇതാണ് സ്റ്റോക്സ് ലോന്റെ ഇക്വേഷൻ. ഇതിൽ V എന്ന് പറഞ്ഞ ടെർമിനൽ വെലോസിറ്റി നമ്മൾ കണ്ടു. ഗാമ എസ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ സ്പിയർ. ഈ പോകുന്ന സോയിൽ ഉണ്ടല്ലോ, ആ സോയിലിന്റെ യൂണിറ്റ് വെയിറ്റ് ആണ് ഗാമ എസ്. ഗാമ എൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മുക്കിയിരിക്കുന്ന ലിക്വിഡ് സസ്പെൻഷൻ അല്ലേ, അതിന്റെ യൂണിറ്റ് വെയിറ്റ്. ഈറ്റ എന്ന് പറഞ്ഞാൽ വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ്. ഒരു ലിക്വിഡിന്റെ നമ്മൾ ഹൈഡ്രോളിക്സ് പഠിച്ചപ്പോൾ വിസ്കോസിറ്റി എന്താണെന്ന് പഠിച്ചില്ലേ? ലിക്വിഡിന്റെ മോഷന് എഗെയിൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, അതാണ് വിസ്കോസിറ്റി. സോ വിസ്കോസിറ്റി ഈറ്റ ആൻഡ് ഡി ഈസ് ദ സൈസ് ഓഫ് ദ പാർട്ടിക്കിൾ. ഈ പോകുന്ന സോയിൽ പാർട്ടിക്കിൾ ഉണ്ടല്ലോ, അതിന്റെ സൈസ് യൂഷ്വലി ഡയമീറ്റർ ആണ് ഡി എന്ന് പറയുന്നത്. സോ ഇത്രയും സാധനം വെച്ച് ഈ ടെർമിനൽ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ നടത്തുന്നത് എന്താ? പാർട്ടിക്കിൾ സൈസ് അനാലിസിസ് ആണല്ലേ. സോ നമുക്ക് വേണ്ടത് എന്താ? പാർട്ടിക്കിളുടെ സൈസ് ആണ്. അതായത് ഈ ഡി ആണ് നമ്മുടെ ഇൻട്രസ്റ്റ്. സോ ടെർമിനൽ വെലോസിറ്റി നമുക്ക് അറിയാമെങ്കിൽ ഡി കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. സോ സപ്പോസ് അതിനു മുന്നേ ഒരു കാര്യം ഇവിടെ നോക്കി, ഈ ഇക്വേഷനിൽ ഒരു ലിക്വിഡിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ യൂണിറ്റ് വെയിറ്റ് സെയിം ആണ്. ഒരു സോയിൽ സാമ്പിളിനെ സംബന്ധിച്ചോളം യൂണിറ്റ് വെയിറ്റ് സെയിം ആണ്. ഒരു ലിക്വിഡിന് വിസ്കോസിറ്റി സെയിം ആണ്. സോ ഇവിടെ വേരിയബിൾ ഏതേ ഉള്ളൂ? ഡയമീറ്റർ ഉള്ളൂ. സോ വെനെവർ ഡയമീറ്റർ ഇൻക്രീസസ് വെലോസിറ്റി ഇൻക്രീസസ്. അതിന്റെ അർത്ഥം എന്താ? സോ ചെറിയ പാർട്ടിക്കിൾ ഉണ്ട്, വലിയ പാർട്ടിക്കിൾ ഉണ്ട്. സോ വലിയ പാർട്ടിക്കിൾ കൂടുതൽ സ്പീഡിൽ സെറ്റിൽ ചെയ്യാൻ തുടങ്ങും. സോ ഒരു സോയിൽ സാമ്പിൾ സെഡിമെന്റേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ താഴെ നല്ല സെഡിമെന്റ് ആയിട്ട് വലിയ പാർട്ടിക്കിൾസും സെഡിമെന്റ് ആവാൻ വൈകുന്നത് ചെറിയ പാർട്ടിക്കിൾസ് ആണ്. ആ പ്രിൻസിപ്പിൾ നമ്മൾ കുറച്ച് കഴിഞ്ഞ് കാണും. അത് ഉപയോഗിച്ചാണ് നമ്മൾ സെഡിമെന്റേഷൻ അനാലിസിസ് ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്ക് വേണ്ടത് സൈസ് ഓഫ് പാർട്ടിക്കിൾ ആണല്ലേ. സോ വെലോസിറ്റി അറിയുമെങ്കിൽ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് സൈസ് ഓഫ് പാർട്ടിക്കിൾ കണ്ടുപിടിച്ചോട്ടെ. സോ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, സപ്പോസ് ഈ പാർട്ടിക്കിൾ ഒരു ഹൈറ്റ് HEയിൽ ഫാൾ ചെയ്യും. ഈ മുകളിലത്തെ സർഫേസിൽ നിന്ന് HE ഹൈറ്റിൽ ടൈം ടിയിൽ ഫാൾ ചെയ്യാന്ന് വിചാരിക്കാം. സോ ഹൈറ്റ് HE ടൈം ടി. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈം ആണല്ലേ. സോ HE ബൈ ടി. ഇവിടെ മിനിറ്റ് ആയതുകൊണ്ട് സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ HE ബൈ 60 എന്ന് എഴുതി. സോ ടെർമിനൽ വെലോസിറ്റി HE ബൈ 60 ആണ്. ഈ ഇക്വേഷൻ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനിക്ക് ഇവിടെ പാർട്ടിക്കിൾ സൈസിന്റെ ഇക്വേഷൻ കിട്ടും. പാർട്ടിക്കിൾ സൈസ് D ഈസ് ഈക്വൽ ടു 18 ഈറ്റ ബൈ ഗാമ എസ് മൈനസ് ഗാമ എൽ ഇൻറ്റു HE ബൈ 60t. ഈ ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ സെഡിമെന്റേഷൻ അനാലിസിസിൽ പാർട്ടിക്കിൾ സൈസ് കണ്ടുപിടിക്കുക. സോ ഇതാണ് ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് സെഡിമെന്റേഷൻ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നോക്കാം, പാർട്ടിക്കിൾ സൈസ് അനാലിസിസിന്റെ പ്രിൻസിപ്പിൾ ആണ്. നമ്മളിപ്പോൾ സെഡിമെന്റേഷൻ പ്രിൻസിപ്പിൾ പറഞ്ഞു. ഇനി പാർട്ടിക്കിൾ സൈസ് അനാലിസിസ് എങ്ങനെയാണ് ചെയ്യുന്നത്, അതിന്റെ പിന്നിലുള്ള പ്രിൻസിപ്പിൾ എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു ഹോമോജീനിയസ് സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞു. ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഓരോ ലെയറും എടുത്താൽ ആ ഓരോ ലെയറിലും ഇവിടെ കാണിച്ചിട്ടുണ്ടല്ലോ, ഇവിടെ രണ്ട് റെക്ടാങ്കിൾ നിങ്ങൾക്ക് കാണാം അല്ലെ. ആ ഓരോ ലെയറിലുള്ള പാർട്ടിക്കിളുടെ സൈസസ്, ഇപ്പം പല സൈസുള്ള പാർട്ടിക്കിൾ ഉണ്ടാവും. ഇവിടെ കാണാം ഒരു വലിയ സൈസുള്ള പാർട്ടിക്കിൾ, ചെറുത് 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 അങ്ങനെ പോകുന്നു. സോ ഈ വലിയ സൈസുള്ള പാർട്ടിക്കിളുടെ ഈ ലെയറിലുള്ള എള്ളവും വേറൊരു ലെയറിലുള്ള എള്ളവും സെയിം ആയിരിക്കും. ചെറിയ സൈസിലുള്ളത് അങ്ങനെ. സോ ഈച്ച് പാർട്ടിക്കിൾ സൈസ് ഓരോ ലെയറിലും ഈക്വൽ കോൺസെൻട്രേഷൻ ആവുമ്പോഴാണ് അതിനെന്ത് പറയാ? ഹോമോജീനിയസ് സൊല്യൂഷൻ എന്ന് പറയാം. ഒന്നുകൂടെ പറഞ്ഞാൽ ഞാനിവിടെ 2 ലെയർ എടുത്തു. സോ സോയിൽ എന്ന് പറയുന്നത് പല സൈസസ് ഉണ്ടല്ലേ. സോ ഹോമോജീനിയസ് സൊല്യൂഷൻ ആക്കി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഓരോ ലെയർ എടുത്താലും ആ ലെയറിൽ ഒരേ സൈസുള്ള പാർട്ടിക്കിൾസിന്റെ കോൺസെൻട്രേഷൻ സെയിം ആയിരിക്കണം. സോ അതാണ് ഹോമോജീനിയസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. ഇത് നമ്മുടെ അനാലിസിസിന് വേണ്ടി എളുപ്പത്തിന് ഞാൻ ഈ ഓരോ ലെയറിൽ ഒരേപോലെ സൈസുള്ള പാർട്ടിക്കിൾസിനെ അടുത്തെടുത്ത് വെക്കുക.
സോ ഇതാണ് എൻ്റെ സാമ്പിൾ അല്ലേ. സോ അതിനെ പാർട്ടിക്കിൾസിനെ അടുത്തെടുത്ത് വെച്ചു. സോ വലിയ സാമ്പിൾസ്, വലിയ സൈസുള്ള പാർട്ടിക്കിൾ ഒരുമിച്ച് അടുത്തിൽ ചെറുത്, അതിൽ ചെറുത്. സോ ഒരു സോയിൽ സാമ്പിൾ എടുത്താൽ അത് ഹോമോജീനിയസ് സൊല്യൂഷൻ ആക്കിയാൽ ഓരോ ലെയറിലും ഇങ്ങനെ ഈക്വൽ കോൺസെൻട്രേഷൻ ആയിട്ട് പാർട്ടിക്കിൾ ഉണ്ടാവും. ഇനി കുറച്ച് കഴിഞ്ഞു നമ്മൾ പറഞ്ഞു ഇതിലെന്താ സംഭവിക്കുക, കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും അതിന്റെ വെയിറ്റ് കൊണ്ട് സെഡിമെന്റേഷൻ സ്റ്റാർട്ട് ചെയ്യും അല്ലെ. സെഡിമെന്റേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾ സെറ്റിൽ ചെയ്യും. സോ വി പ്രൊപ്പോർഷണൽ ടു ഡി സ്ക്വയർ, വലിയ സൈസുള്ള പാർട്ടിക്കിൾ ആദ്യം സെറ്റിൽ ചെയ്യാൻ തുടങ്ങും. സോ ഒരു സമയം ടി കഴിഞ്ഞു എന്ന് വെച്ചാൽ ടി സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നിങ്ങൾക്ക് ഇവിടെ കാണാം ഏറ്റവും വലിയ പാർട്ടിക്കിൾസ് കൂടുതൽ സെറ്റിൽ ചെയ്തു, അതിൽ ചെറുത് കുറച്ച് കുറവ്, അതിൽ ചെറുത് കുറച്ച് കുറവ്, ഇങ്ങനെ സൈസ് അനുസരിച്ച് സെറ്റിലിങ് സ്റ്റാർട്ട് ചെയ്തു. സോ ആഫ്റ്റർ ടൈം ടി സെഡിമെന്റേഷൻ സ്റ്റാർട്ടഡ് അല്ലേ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഹൈറ്റ് എച്ചിയിലാണ് ഇത് ഫാളോ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ടൈം ടിയിൽ ഈ വലിയ പാർട്ടിക്കിൾസ് ഇവിടെ എത്തിയല്ലോ. ഈ ടൈം ടിയിൽ വലിയ പാർട്ടിക്കിൾസ് എച്ച് ഹൈറ്റ് ഫാളോ ചെയ്തു എന്ന് വിചാരിക്കുക. സോ ഇവിടെ ഇങ്ങനെ ഇരുന്ന പാർട്ടിക്കിൾസ് ടി ടൈം കഴിഞ്ഞപ്പോൾ ഹൈറ്റ് എച്ച് ഫാള് ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി ഈ ലെയർ എടുത്ത് ഈ ലെയറിന്റെ മുകളിലുള്ള പാർട്ടിക്കിൾസിന്റെ പ്രത്യേകത എന്താ, ഈ ഡി എന്ന് പറയുന്ന സൈസിനേക്കാൾ കുറഞ്ഞ സൈസാണ് അല്ലെ. സോ ഞാൻ പറഞ്ഞത് ഈ ലെയർ എടുത്തു, ടൈം ടി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പാർട്ടിക്കിൾസ് സെറ്റായി. സോ എച്ച് ഹൈറ്റിൽ ഡി സൈസ് ഉള്ള പാർട്ടിക്കിൾസ് സെറ്റിൽ ചെയ്തു. അപ്പൊ ഈ എച്ച് ഹൈറ്റിന്റെ മുകളിലോട്ടുള്ള പാർട്ടിക്കിൾസ് എല്ലാം എന്താണ്, ഈ ഡി സൈസിനേക്കാൾ ചെറുതാണ് അല്ലെ. സോ എച്ച് ലെവലിന് മുകളിലുള്ളത് മുഴുവൻ ഡി സൈസ് പാർട്ടിക്കിൾസിനേക്കാൾ ചെറുതാണ്. ഓക്കെ, സോ ആ ഡി സൈസ് എങ്ങനെ കണ്ടുപിടിക്കാം, നമുക്കറിയാം ടൈം നമ്മൾ നോട്ട് ചെയ്തു, എച്ച് ഹൈറ്റ് നമ്മൾ അറിയാം, എച്ച് ഹൈറ്റും അറിയാം, ടൈം ടിയും അറിയാമെങ്കിൽ നമുക്ക് ഈ സൈസ് ഡി കണ്ടുപിടിക്കാം. സോ ടൈം ടിയിൽ എച്ച് ഹൈറ്റിൽ ഈ സൈസ് ഡിയുടെ മുകളിലുള്ള പാർട്ടിക്കിൾസ് എല്ലാം ഈ ഡിനേക്കാൾ ഫൈനർ ആയിരിക്കും. ശ്രദ്ധിക്കുക, ടി ടൈമിൽ എച്ച് ഹൈറ്റിൽ ഫാളോ ചെയ്തിട്ടുള്ള പാർട്ടിക്കിൾസ് കമ്പയർ ചെയ്താൽ ആ ലെവലിന്റെ മുകളിലുള്ള പാർട്ടിക്കിൾസ് എല്ലാം ഡി എന്ന് പറയുന്ന സൈസിനേക്കാൾ ചെറുതായിരിക്കും. സോ നമുക്ക് പാർട്ടിക്കിൾ സൈസ് അനാലിസിസിൽ എന്താ വേണ്ടത്, പെർസെൻറ്റേജ് ഫൈനർ അല്ലെ. പെർസെൻറ്റേജ് ഫൈനർ എന്ന് പറഞ്ഞാൽ എന്താ, പെർസെൻറ്റേജ് ഓഫ് പാർട്ടിക്കിൾസ് ഫൈനർ ദാൻ എ പെർട്ടിക്കുലർ സൈസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ പാർട്ടിക്കിൾസ് അല്ലെ. സോ ഒരു മാസ് ഓഫ് എന്നുവെച്ചാൽ നമ്മൾ മാസിന്റെ ടേംസിലാണ് പറയാ. സോ ഒരു സൈസ് ലെവൽ എടുത്തു കഴിഞ്ഞാൽ ആ സൈസിനേക്കാൾ കുറവുള്ളത് അതാണ് പെർസെൻറ്റേജ് പാസിംഗ് നമ്മൾ കണ്ടുപിടിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. സോ പെർസെൻറ്റേജ് പാസിംഗ് ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര വെയിറ്റ് ഉണ്ടായിരുന്നോ അതാണ് അല്ലേ. സോ ഒരു ലെയർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ടോട്ടൽ വെയിറ്റ് ഇതാണ്. സോ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനേക്കാൾ ഫൈനർ ആയിട്ടുള്ളത് ഇത്രയും പാർട്ടിക്കിൾസ് ആണ്. സോ പെർസെൻറ്റേജ് ഫൈനർ ബൈ ടോട്ടൽ മാസ് ഇൻറ്റു 100 ആണ് പെർസെൻറ്റേജ് ഫൈനർ. സോ നമുക്ക് സൈസ് അറിയാം, പെർസെൻറ്റേജ് ഫൈനർ അറിയാമെങ്കിൽ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് വരയ്ക്കാം. അതാണ് നമ്മുടെ പാർട്ടിക്കിൾ സൈസ് അനാലിസിസിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് സൈസ് ഇതിൽ നിന്ന് കിട്ടും. ഇനി പെർസെൻറ്റേജ് ഫൈനർ കണ്ടുപിടിച്ചാൽ മതി. സോ പെർസെൻറ്റേജ് ഫൈനർ കണ്ടുപിടിക്കാൻ നമ്മൾ 2 മെത്തേഡ് ഉപയോഗിക്കും. അതാണ് ഹൈഡ്രോമീറ്റർ മെത്തേഡും പിപ്പറ്റ് മെത്തേഡും. സോ പെർസെൻറ്റേജ് ഫൈനർ നമുക്ക് കണ്ടുപിടിക്കണം, അതിന് നമ്മൾ 2 മെത്തേഡ് ഉപയോഗിക്കും, ഹൈഡ്രോമീറ്റർ മെത്തേഡ് ആൻഡ് പിപ്പറ്റ് മെത്തേഡ്. സോ ഇതിൽ നമുക്ക് സിലബസിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഹൈഡ്രോമീറ്റർ മെത്തേഡാണ്. സോ ഹൈഡ്രോമീറ്റർ മെത്തേഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുൻപേ ഞാൻ പറഞ്ഞ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണം അല്ലേ. സോ സെഡിമെന്റേഷൻ അനാലിസിസ് എന്ന് പറഞ്ഞ പ്രൊസീജിയർ, എക്സ്പെരിമെന്റിന്റെ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് സസ്പെൻഷൻ ഉണ്ടാക്കുക. സോ അതായത് ഈ സോയിൽ പാർട്ടിക്കിൾ ഡിസ്പേഴ്സ് ചെയ്യാനുള്ള മീഡിയം, അതാണ് സസ്പെൻഷൻ എന്ന് പറയുന്നത്. അത് സെഡിമെന്റേഷൻ അനാലിസിസ് ആയാലും പിപ്പറ്റ് അനാലിസിസ് ആയാലും അതിനു മുന്നേ നമ്മൾ സസ്പെൻഷൻ ഉണ്ടാക്കണം. ആ സസ്പെൻഷൻ ഉണ്ടാക്കുന്നതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുക. സോ എങ്ങനെയാണ് സസ്പെൻഷൻ ഉണ്ടാക്കുന്നത് നോക്കാം. സോ ആദ്യം നമുക്ക് സോയിൽ സാമ്പിൾ വേണം അല്ലേ. സോ സോയിൽ സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന 50 ഗ്രാം ആണ്. 50 ഗ്രാം ഓവൻ ഡ്രൈ ചെയ്ത സോയിൽ സാമ്പിൾ എടുക്കുന്നു. ഇതാണ് നമ്മുടെ ടെസ്റ്റ് സാമ്പിൾ. സോ 50 ഗ്രാം ഓവൻ ഡ്രൈഡ് സാമ്പിൾ എടുക്കുന്നു. ഇനി നമുക്കിത് ഒരു ഡിസ്പേഴ്സിങ് ഏജന്റുമായിട്ട് മിക്സ് ചെയ്യണം. സോ 100 mm ഡിസ്പേഴ്സിങ് ഏജന്റ് നമ്മൾ ഉപയോഗിക്കും. ഡിസ്പേഴ്സിങ് ഏജന്റ് എന്തിനാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ചാർജ്ഡ് പാർട്ടിക്കിൾ ആണല്ലേ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ചേർന്നായിരിക്കും ഇരിക്കുക. ഇങ്ങനെ കൂടി ചേർന്നിരിക്കുന്ന പാർട്ടിക്കിൾ നമ്മൾ പാർട്ടിക്കിൾ സൈസിന് ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, നമുക്ക് ആക്ച്വൽ ആ പാർട്ടിക്കിളുടെ സൈസ് അല്ല കിട്ടുക, അത് കൂടി ചേർന്നിരിക്കുന്നുള്ളൂ. സോ നമുക്ക് അതിനെ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആക്കണം, ഓരോ പാർട്ടിക്കിൾസിനെ ഇൻഡിവിജ്വൽ ആക്കണം. സോ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾ ആക്കുവാനാണ് നമ്മൾ ഡിസ്പേഴ്സിങ് ഏജന്റ് ഉപയോഗിക്കുക. സോ ഡിസ്പേഴ്സിങ് ഏജന്റ് 100 ml ആണ് നമുക്ക് ആവശ്യം. ആ 100 ml ഡിസ്പേഴ്സിങ് ഏജന്റും 50 ഗ്രാം സോയിൽ സാമ്പിളുമാണ് നമ്മൾ മിക്സ് ചെയ്യുക. സോ ഈ ഡിസ്പേഴ്സിങ് ഏജന്റ് എന്തൊക്കെയാണെന്ന് നോക്കാം.
ഡിസ്പേഴ്സിംഗ് ഏജന്റ് ആദ്യം ആവശ്യം 1 ലിറ്റർ ഡിസ്റ്റിൽഡ് വാട്ടറിൽ 33 ഗ്രാം സോഡിയം ഹെക്സാ മെറ്റാഫോസ്ഫേറ്റ്, 1 ലിറ്റർ ഡിസ്റ്റിൽഡ് വാട്ടറിൽ 33 ഗ്രാം സോഡിയം ഹെക്സാ മെറ്റാഫോസ്ഫേറ്റും 7 ഗ്രാം സോഡിയം കാർബണേറ്റും കൂടെ മിക്സ് ചെയ്യുന്നു. സോ 100 ml ഡിസ്പേഴ്സിംഗ് ഏജന്റിൽ 33 ഗ്രാം സോഡിയം ഹെക്സാ മെറ്റാഫോസ്ഫേറ്റും 7 ഗ്രാം സോഡിയം കാർബണേറ്റും കൂടെ മിക്സ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഡിസ്പേഴ്സിംഗ് ഏജന്റ്. സോ ഈ 1 ലിറ്ററിൽ മിക്സ് ചെയ്തെടുത്ത് ഹോമോജീനിയസ് സൊല്യൂഷൻ ആക്കിയതിനു ശേഷം നമ്മൾ അതിനകത്ത് നിന്ന് 100 ml എടുക്കുന്നു. ആ 100 ml സോയിൽ സാമ്പിളും കൂടെ ഒരു മെക്കാനിക്കൽ സ്റ്റിററിൽ വെച്ച് നന്നായിട്ട് സ്റ്റിർ ചെയ്യുന്നു. സ്റ്റിർ ചെയ്യാന്ന് വെച്ചാൽ ഇളക്കുക. ഒരു മെക്കാനിക്കൽ സ്റ്റിറർ എടുക്കും, ഈ സോയിൽ സാമ്പിളും ഡിസ്പേഴ്സിംഗ് ഏജന്റും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു ഹോമോജീനിയസ് സൊല്യൂഷൻ കിട്ടും അല്ലേ. ആ സൊല്യൂഷൻ ഇനി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു 75 മൈക്രോൺ സീവ് എടുക്കുക. ആ 75 മൈക്രോൺ സീവി കൂടെ നമുക്കിപ്പം സ്റ്റിർ ചെയ്ത് കിട്ടിയ സ്ലറി പാസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ സീവ് അനാലിസിസ് കണ്ടതുപോലെ, വെറ്റ് സീവ് അനാലിസിസ് കണ്ടതുപോലെ ഒരു ജെറ്റ് ഓഫ് വാട്ടറിൽ അതിനെ കഴുകുക. സോ അങ്ങനെ കഴുകി കഴിയുമ്പോൾ 75 മൈക്രോണിൽ കൂടെ താഴെയുള്ള പാർട്ടിക്കിൾസിനെല്ലാം നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും അല്ലേ. സോ നമ്മൾ ഉണ്ടാക്കിയ സൊല്യൂഷൻ, ആ സൊല്യൂഷനിൽ എന്തൊക്കെയായിരുന്നു, ഡിസ്പേഴ്സിംഗ് ഏജന്റും സോയിൽ സാമ്പിളും ഉണ്ടായിരുന്നു. അതിന് 75 മൈക്രോൺ സീവി കൂടെ നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന പാർട്ടിക്കിൾ 75 മൈക്രോണിനേക്കാൾ താഴെ സൈസ്, അതായത് ഫൈൻ ഗ്രേഡ് സോയിൽ ആയിരിക്കും അല്ലെ. ഇനി അതിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വീണ്ടും നമ്മൾ സൊല്യൂഷൻ ആക്കണം. സോ ആ സൊല്യൂഷൻ ഈ കളക്ട് ചെയ്തിട്ട് ഒരു 1 ലിറ്റർ കണ്ടെയ്നറിൽ എടുക്കുക. 1 ലിറ്റർ കണ്ടെയ്നറിൽ നമുക്ക് കിട്ടിയ സ്ലറി എന്താണോ അത് മിക്സ് ചെയ്ത് കുറച്ച് ഡിസ്റ്റിൽഡ് വാട്ടർ ഒഴിച്ച് നന്നായിട്ട് കൈ വെച്ച് അതിന്റെ മുകളിൽ അടിക്കുക. എന്നിട്ട് കൈ വെച്ച് മുകളിലോട്ടും താഴോട്ടും ആക്കി ഷേക്ക് ചെയ്ത് ഒരു ഹോമോജീനിയസ് സൊല്യൂഷൻ ആക്കും. സോ ഇതാണ് നമുക്ക് ടെസ്റ്റിന് വേണ്ട സസ്പെൻഷൻ. സോ സോയിലും ഡിസ്പേഴ്സിംഗ് ഏജന്റും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം 75 മൈക്രോണിൽ കൂടെ പാസ് ചെയ്യുന്നു. അതിനെ നമ്മൾ 1 ലിറ്റർ സസ്പെൻഷനായിട്ട് മാറ്റുന്നു, നന്നായിട്ട് ഇളക്കിയിട്ട്. ഇനി ഈ സസ്പെൻഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഹൈഡ്രോമീറ്റർ മെത്തേഡോ പിപ്പറ്റ് മെത്തേഡോ ചെയ്യും. ഇതിന് ഞാൻ പറഞ്ഞു വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഹൈഡ്രോമീറ്റർ മെത്തേഡ്. സോ ഹൈഡ്രോമീറ്റർ മെത്തേഡിൽ ഉപയോഗിക്കുന്നത് എന്താണ്, ഹൈഡ്രോമീറ്റർ ആണ്. സോ ഇതാണ് ഒരു ഹൈഡ്രോമീറ്റർ. ഹൈഡ്രോമീറ്ററിൽ ഒരു സ്റ്റെം ഉണ്ട്, ഒരു ബൾബ് ഉണ്ട്. സോ ഹൈഡ്രോമീറ്ററിന്റെ സ്റ്റെം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ ഒരു മാർക്കിംഗ് ഉണ്ടാവും. ഈ മാർക്കിംഗ് സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്. സോ ഹൈഡ്രോമീറ്റർ ഈസ് യൂസ് ടു മെഷർ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ ലിക്വിഡ് ഇൻ വിച്ച് ഇറ്റ് ഈസ് ഇമ്മേഴ്സ്ഡ്. ഏത് ലിക്വിഡ് മീഡിയത്തിലാണോ ഇത് ഇമ്മേഴ്സ് ചെയ്യുന്നത് അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, ഹൈഡ്രോമീറ്റർ ഉപയോഗിക്കുക. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഹൈഡ്രോമീറ്ററിന്റെ വാല്യൂസ് മുകളിൽ നിന്ന് താഴോട്ടാണ് കൂടുക. സോ ഇവിടെ 0.985, 0.99, 0.95. സോ ഇങ്ങനെ താഴോട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഹൈഡ്രോമീറ്ററിന്റെ വാല്യൂ. സോ ഇതിനാണ് നെക്ക് ഓർ സ്റ്റെം എന്ന് വിളിക്കുക. ഇനി ഈ വാല്യൂസിന് നമ്മൾ വേറെ ഒരു റെപ്രസെന്റേഷൻ കൊടുക്കും. ഈ ഹൈഡ്രോമീറ്റർ റീഡിങ് സ്പെസിഫിക് ഗ്രാവിറ്റി ഉണ്ടല്ലോ, അതിനെ RH എന്ന് പറഞ്ഞൊരു ഫാക്ടർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ആ RH ഫാക്ടർ എന്ന് വെച്ചാൽ ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പെസിഫിക് ഗ്രാവിറ്റി വാല്യൂ ഏതാണോ അതേ -1 × 1000. സോ RH 1.010 ആണെങ്കിൽ RH -1 ഏതാണോ റീഡിങ് അതേ -1 × 1000, ദാറ്റ് ഈസ് 10. സോ ഈ കറസ്പോണ്ടിങ് ഹൈഡ്രോമീറ്ററിന്റെ RH എന്ന് പറഞ്ഞാൽ 10 ആണ്. ഈ RH ഉപയോഗിച്ചാണ് നമ്മൾ ഹൈഡ്രോമീറ്റർ അനാലിസിസ് ചെയ്യുക. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ കാണും. സോ ദിസ് ഈസ് RH വാല്യൂ. നമ്മൾ സ്റ്റെപ്പിനെ കുറിച്ച് പറഞ്ഞു. അടുത്തത് ഇതിനെന്തുണ്ട്, ഒരു ബൾബ് ഉണ്ട് താഴെ. സോ ഹൈഡ്രോമീറ്ററിന്റെ ബൾബിന്റെ താഴെ നിങ്ങൾക്ക് ഒരു കറുത്ത പോർഷൻ കാണാം. അതിനെ നമ്മൾ ബെല്ലാസ്റ്റ് എന്ന് വിളിക്കും. ഈ ബെല്ലാസ്റ്റിൽ ലെഡോ മെർക്കുറിയോ ആണ് ഉണ്ടാവുക. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മളൊരു ലിക്വിഡ് മീഡിയത്തിൽ മുക്കുന്നു. ആ മുക്കുന്ന സമയത്ത് അതെന്താണ്, സ്റ്റേബിൾ ആയിട്ട് നേരെ നിൽക്കണം അല്ലെ. സ്റ്റേബിൾ ആയിട്ട് നേരെ നിന്നാലേ നമുക്ക് റീഡിങ് കിട്ടുള്ളൂ. സോ അത് നേരെ നിർത്താൻ വേണ്ടിയാണ് നമ്മൾ ബെല്ലാസ്റ്റ് ഉപയോഗിക്കുക. ബെല്ലാസ്റ്റിന് മെർക്കുറിയോ ലെഡോ ആയിരിക്കും. ഇനി ഞാൻ പറഞ്ഞു ഇവിടെ സ്പെസിഫിക് ഗ്രാവിറ്റി വാല്യൂസ് കിട്ടും അല്ലെ. സോ ആ സ്പെസിഫിക് ഗ്രാവിറ്റി വാല്യൂസ് എവിടെയാ കിട്ടുക എന്ന് വെച്ചാൽ നമുക്ക് ഈ ബൾബ് ഉണ്ടോ, ഈ ബൾബിന്റെ കൃത്യം സെന്ററിലുള്ള സ്പെസിഫിക് ഗ്രാവിറ്റി വാല്യൂ ആണ് ഈ ഹൈഡ്രോമീറ്ററിന്റെ റീഡിങ്ങിന് നമുക്ക് കിട്ടുക. സോ വേറെ എവിടെയില്ല. നമ്മളിപ്പോൾ ഒരു ലിക്വിഡ് മീഡിയത്തിൽ മുക്കി കഴിഞ്ഞാൽ ഈ ഹൈഡ്രോമീറ്ററിന്റെ കൃത്യം നടുക്കുള്ള സ്പെസിഫിക് ഗ്രാവിറ്റി വാല്യൂസ് ആണ് നമുക്ക് ആ സ്കെയിലിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ ഇതാണ് ഹൈഡ്രോമീറ്റർ എന്ന് പറഞ്ഞ അപ്പാരറ്റസിന്റെ ബേസിക്സ്. ഇനി നമുക്ക് നോക്കാം നെക്സ്റ്റ് ഹൈഡ്രോമീറ്റർ അനാലിസിസിന്റെ പ്രോസസ് നോക്കാം. സോ ബിഫോർ സെഡിമെന്റേഷൻ നമ്മൾ പറഞ്ഞു ഈച്ച് ലെയർ ഹാസ് സെയിം കോൺസെൻട്രേഷൻ ഓഫ് പാർട്ടിക്കിൾസ് അല്ലെ. ഓരോ ലെയർ ഹോമോജീനിയസ് സൊല്യൂഷൻ ആണ്. സോ ഓരോ ലെയറിലും ഒരേ സൈസുള്ള പാർട്ടിക്കിൾ ഈക്വൽ എമൗണ്ട് ആവും. ഇനി സെഡിമെന്റേഷൻ സംഭവിക്കുന്നതിന് മുൻപേ ഇങ്ങനെയാണെങ്കിൽ ഓരോ പാർട്ടിക്കിൾസും ഓരോ സ്ഥലത്തും സെയിം ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, ഓരോ ലെയർ എടുത്താൽ ആ ഓരോ ലെയറിന്റെയും സ്പെസിഫിക് ഗ്രാവിറ്റി സെയിം ആയിരിക്കും. അതായത് പാർട്ടിക്കിളിന്റെ ഡെൻസിറ്റി സെയിം അല്ലേ. ഈ പാർട്ടിക്കിൾ
ഇവിടെ ഇത്രയുണ്ട്, ഇവിടെ ഇത്രയുണ്ട്, ഇവിടെ ഇത്രയുണ്ട്. ഓരോ ലെയർ എടുത്താലും ആ പാർട്ടിക്കിളിലെ എമൗണ്ട് ഓഫ് പാർട്ടിക്കിൾസ് സെയിം ആണ്. സോ അതിന്റെ അർത്ഥം അതിന്റെ ഡെൻസിറ്റി സെയിം ആണ്. ഡെൻസിറ്റി സെയിം എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി സെയിം ആണ്. സോ ഇത്രയും ഭാഗം എടുത്താൽ ഈ വോളിയത്തിലെ മാസ് വിൽ ബി ഈക്വൽ ടു ഈ വോളിയത്തിലെ മാസ്. സോ മാസ് ബൈ വോളിയം ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി. സോ ദിസ് ഈസ് സ്പെസിഫിക് ഗ്രാവിറ്റി. ഓക്കെ. സോ അടുത്തത്, ഇങ്ങനെയുള്ള കേസിൽ നമ്മളൊരു ഹൈഡ്രോമീറ്റർ മുക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് പറഞ്ഞാൽ, ഹൈഡ്രോമീറ്ററിന് താഴോട്ട് ഹൈഡ്രോമീറ്ററിന്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്നു, മേലോട്ട് നമ്മൾ ഏതൊരു ലിക്വിഡ് മോഡിൽ മുക്കിയാലും ബോയൻസി ഉണ്ടാവും അല്ലേ. സോ വെയിറ്റും ബോയൻസിയും ഈക്വൽ ആണെങ്കിൽ ഹൈഡ്രോമീറ്റർ എവിടെയാണോ മുക്കുന്നത് ആ പൊസിഷനിൽ സ്റ്റേ ചെയ്യും അല്ലെ. അതിന് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയും. സോ ബോയൻസിയും വെയിറ്റും നോർമൽ ആയിട്ടാണെങ്കിൽ ഹൈഡ്രോമീറ്റർ അതിന്റെ പൊസിഷനിൽ നിൽക്കും. അതിനാണ് ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയാം. സോ സെഡിമെന്റേഷന് മുൻപ് സ്പെസിഫിക് ഗ്രാവിറ്റി സെയിം ആയതുകൊണ്ട് ഹൈഡ്രോമീറ്റർ മുക്കുമ്പോൾ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നു. അതിന് ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് വിളിക്കുന്നു. ഇനി കുറച്ച് സമയം കഴിഞ്ഞു പാർട്ടിക്കിൾ സെറ്റിൽ ചെയ്യാൻ തുടങ്ങി. പാർട്ടിക്കിൾ സെറ്റിൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്താ സംഭവിക്കുക? ഈ വലിയ സൈസുള്ള പാർട്ടിക്കിൾ താഴോട്ട് പോകും, ചെറിയ സൈസുള്ള പാർട്ടിക്കിൾ കുറച്ച് പതുക്കെ വരുള്ളൂ. സോ ഓരോ ലെയർ എടുത്ത അതിന്റെ പ്രത്യേകത എന്താ? ഈ ലെയറിൽ സോയിൽ സാമ്പിളേ ഇല്ല, ഈ ലെയറിൽ കുറച്ചുണ്ട്, ഈ ലെയറിൽ കുറച്ചുണ്ട്, ഈ ലെയറിൽ കുറച്ചുകൂടി കൂടുന്നു. അങ്ങനെ ഏറ്റവും അടിയിലെത്തുമ്പോൾ കുറേ സോയിൽ ഉണ്ടാവും. സോ ഒരു പെർട്ടിക്കുലർ വോളിയം എടുത്താൽ അതിൽ സോയിൽ പാർട്ടിക്കിളിന്റെ മാസ് ഇവിടെ കൂടുതലാണ്, ഇവിടെ കുറവാണ്. അതായത് സ്പെസിഫിക് ഗ്രാവിറ്റി മുകളിൽ നിന്ന് താഴോട്ട് ഇൻക്രീസ് ചെയ്ത് വരുന്നു. താഴെ ഏറ്റവും കൂടുതൽ, മുകളിൽ ഏറ്റവും കുറവ്. സോ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുന്നു. സോ ഏറ്റവും മുകളിലുള്ള ലൈറ്റർ ലിക്വിഡ് ആയിരിക്കും, ഏറ്റവും താഴെയുള്ളത് ഹെവിയർ ലിക്വിഡ് ആയിരിക്കും. സോ നമുക്കറിയാം ഏതൊരു ഒബ്ജക്റ്റും ഇക്വിലിബ്രിയത്തിലാവാനാണ് ശ്രമിക്കുക. സോ നമ്മൾ ഹൈഡ്രോമീറ്റർ മുക്കിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഹൈഡ്രോമീറ്ററിൽ ഇപ്പൊ മുക്കിക്കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റർ ലിക്വിഡ് ആണ്. ലൈറ്റർ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ അത് ഓഫർ ചെയ്യുന്ന ബോയൻസി കുറവായിരിക്കും. സോ ബോയൻസി കുറവാകുമ്പോൾ എന്താ സംഭവിക്കുക? ബോയൻസി മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ്, വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് അല്ലെ. സോ ബോയൻസി കുറയുമ്പോൾ എന്ത് സംഭവിക്കും? വെയിറ്റ് കൂടുതലായതുകൊണ്ട് പതുക്കെ ഈ ഹൈഡ്രോമീറ്റർ താഴോട്ട് പോകാൻ തുടങ്ങും. സോ ഹൈഡ്രോമീറ്റർ താഴോട്ട് നീങ്ങും. അങ്ങനെ സെഡിമെന്റേഷൻ പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ച് ഹൈഡ്രോമീറ്റർ താഴോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സോ നമ്മൾ ഇത്രയും തന്നെ ഡിസ്കസ് ചെയ്തത് എങ്ങനെയാണ് സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഹൈഡ്രോമീറ്റർ നമ്മൾ ഉപയോഗിക്കുക എന്നാണ്. സോ ഒന്ന് ആലോചിച്ച് നോക്കി. സോ സ്പെസിഫിക് ഗ്രാവിറ്റി കോൺസ്റ്റന്റ് ആയിരുന്നപ്പോൾ ഹൈഡ്രോമീറ്റർ അവിടെ നിന്നു. സെഡിമെന്റേഷൻ നടക്കുമ്പോൾ ലെയർ ബൈ ലെയർ സ്പെസിഫിക് ഗ്രാവിറ്റി കുറയും. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി കുറയുന്നതിനനുസരിച്ച് ഹൈഡ്രോമീറ്റർ എന്ത് ചെയ്യും? പതുക്കെ താഴോട്ട് പോകും. അപ്പം ഓരോ ഡെപ്തിൽ, സോ നമ്മൾ നേരത്തെ പറഞ്ഞ HE ഇല്ലേ, സോ ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഇവിടെ ലൈറ്റർ ആയിരുന്നുകൊണ്ട് HE ഡെപ്തിൽ ഹൈഡ്രോമീറ്റർ എത്തണം. കുറച്ചും കൂടെ കഴിഞ്ഞാൽ അടുത്ത HE ഡെപ്തിലെത്തും, കുറച്ചുകൂടെ കഴിഞ്ഞാൽ HE ഡെപ്തിലെത്തും. അങ്ങനെ ഓരോ HE ഡെപ്തിലുള്ള സ്പെസിഫിക് ഗ്രാവിറ്റി വാല്യൂസ് അല്ലെങ്കിൽ RH വാല്യൂസ് നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഈ ഹൈഡ്രോമീറ്ററിന്റെ മൂവ്മെന്റ് അനുസരിച്ച് കിട്ടും. സോ വി ഗെറ്റ് സ്പെസിഫിക് ഗ്രാവിറ്റീസ് അറ്റ് ഡിഫറെന്റ് ടൈം ഇന്റർവൽസ്. സോ നമുക്ക് RH വാല്യൂ ഈ സമയത്ത്, സോ നമുക്ക് സമയവും RH അറിയുള്ളൂ, ഈ ഹൈറ്റ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. സോ സ്പെസിഫിക് ഗ്രാവിറ്റി കുറയുന്നതിനനുസരിച്ച്, അതായത് പാർട്ടിക്കിൾ സെറ്റിൽ ചെയ്യുന്നതിനനുസരിച്ച് താഴോട്ട് പോകുന്നു. സോ RH വാല്യൂ നമുക്ക് കിട്ടുന്നു, ടൈം കിട്ടുന്നു. ഇനി ഈ RH വാല്യൂ ടൈമും കിട്ടിയത് കൊണ്ട് നമുക്ക് കാര്യമില്ല. നമുക്ക് വേണ്ടത് എന്താ? ഡയമീറ്റർ ഓഫ് പാർട്ടിക്കിൾ ആണ്. ഡയമീറ്റർ ഓഫ് പാർട്ടിക്കിൾ കിട്ടണമെങ്കിൽ ആ ഇക്വേഷനിൽ നമുക്കറിയാം, നമുക്ക് HE വേണം, എത്ര ഹൈറ്റിലാണ് സെറ്റിൽ ചെയ്യണമെന്ന് അറിയണം. സോ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിനാണ് കാലിബ്രേഷൻ ഓഫ് ഹൈഡ്രോമീറ്റർ എന്ന് പറയാം. സോ കാലിബ്രേഷൻ ഓഫ് ഹൈഡ്രോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കുറച്ചു മുന്നേ കണ്ടു, ഒരു ലിക്വിഡ് മോഡിയത്തിൽ ഹൈഡ്രോമീറ്റർ എടുക്കുമ്പോൾ അത് താഴത്തേനനുസരിച്ച് പല സമയത്തുള്ള RH വാല്യൂസ് നമുക്ക് കിട്ടും. പക്ഷെ നമുക്ക് RH അല്ല വേണ്ടേ, RH വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എത്ര ഡെപ്തിനാണ് സെറ്റിൽമെന്റ് നടന്നിട്ടുള്ളത്, ആ ഡെപ്തിന് മുകളിലുള്ളതാണ് പെർസെന്റേജ് ഫൈനൽ നമ്മൾ കുറച്ച് മുമ്പ് കണ്ടുള്ളൂ. സോ ആ ഹൈറ്റ് ആണ് നമുക്ക് വേണ്ടത്. ആ ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി RH-നെയും HE-നെയും റിലേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനാണ് കാലിബ്രേഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് കാലിബ്രേഷൻ എന്താന്ന് നോക്കാം. കാലിബ്രേഷന് മുന്നേ നമ്മൾ ആദ്യം ഒരു ബേസിക് പ്രിൻസിപ്പിളിലോട്ടാ പോകുന്നു. സോ നമ്മളൊരു കണ്ടെയ്നർ എടുത്തു, ആ കണ്ടെയ്നറിന്റെ ഏരിയ A എന്ന് വിചാരിക്കാം. ഒരു കണ്ടെയ്നർ എടുത്തു, ആ കണ്ടെയ്നറിന്റെ ഏരിയ A എന്ന് വിചാരിക്കാം. അതിൻ്റെ അകത്ത് ഞാനൊരു ഹൈഡ്രോമീറ്റർ ഇമ്മേഴ്സ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അതിലെ വാട്ടർ ലെവൽ റൈസ് ചെയ്യും അല്ലെ. നമ്മൾ ഏതൊരു ലിക്വിഡ് മീഡിയത്തിലേക്കും എന്തെങ്കിലും ഒബ്ജക്റ്റ് ഇട്ടാൽ എന്താ സംഭവിക്കുക? ആ ഒബ്ജക്റ്റിന്റെ വലുപ്പം എത്രയാണോ അത്രയും വലുപ്പത്തിലുള്ള വാട്ടർ മുകളിലോട്ട് റൈസ് ചെയ്യും. സോ ഈ ഹൈഡ്രോമീറ്റർ ഇതിനകത്തോട്ട് മുക്കി കഴിയുമ്പോൾ ഹൈഡ്രോമീറ്ററിന്റെ വോളിയം എന്താണോ ആ വോളിയത്തിനനുസരിച്ച് വാട്ടർ റൈസ് ചെയ്യും. ഇതായിരുന്നു ഇതിന്റെ ഇനീഷ്യൽ ലെവൽ. അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഹൈഡ്രോമീറ്റർ മുക്കി കഴിഞ്ഞപ്പോൾ വാട്ടർ റൈസ് ചെയ്തു. സോ എത്ര വാട്ടർ റൈസ് ചെയ്തു, എത്ര വോളിയം ഓഫ് വാട്ടർ റൈസ് ചെയ്തു എന്ന് പറഞ്ഞാൽ എത്രയാണോ ഹൈഡ്രോമീറ്ററിന്റെ വോളിയം അത്രയും വാട്ടറാണ് റൈസ് ചെയ്യുക.
ഇനി ഹൈഡ്രോമീറ്ററിന്റെ വോളിയം പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ഈ നെക്ക് കൺസിഡർ ചെയ്യാറില്ല. നെക്കിന്റെ വോളിയം നമ്മൾ നെഗ്ലക്ട് ചെയ്യും. വോളിയം ഓഫ് ബൾബ് ആണ് എടുക്കുക. സോ ഹൈഡ്രോമീറ്റർ വാട്ടറിൽ മുക്കുമ്പോൾ റൈസ് ചെയ്യുന്ന വാട്ടറിന്റെ എമൗണ്ട് ഈസ് നത്തിങ് ബട്ട് ദ വോളിയം ഓഫ് ദ ബൾബ്. സീ ദിസ്. The volume rise in the container is the volume of hydrometer. Volume of hydrometer എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ബൾബ് ആണ്. ദാറ്റ് ഈസ് റെപ്രസെന്റഡ് as VH. ഇതാണ് നമ്മുടെ കാൽക്കുലേഷന് വേണ്ട ബേസിക് കാര്യം. സോ കണ്ടെയ്നറിൽ ഹൈഡ്രോമീറ്റർ മുക്കി കഴിയുമ്പോൾ എത്ര റൈസ് വാട്ടർ ഉണ്ടാകുന്നോ അത് വോളിയം ഓഫ് ഹൈഡ്രോമീറ്റർ ആണ്. നമുക്ക് വോളിയം ഓഫ് ഹൈഡ്രോമീറ്റർ കിട്ടി. ഇനി ഇത് വെച്ച് നമ്മൾ കാലിബ്രേഷൻ നടത്താൻ പോകും. സോ കാലിബ്രേഷൻ നടത്താൻ വേണ്ടി നമുക്കൊരു കണ്ടെയ്നർ വേണം. ആ കണ്ടെയ്നറിൽ വാട്ടർ ഫിൽ ചെയ്തിട്ടുണ്ട്. സപ്പോസ് നമുക്ക് ഈ ഡെപ്തിലുള്ള റീഡിംഗ് ആണ് വേണ്ടത്. ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ആക്ച്വലി എന്താ, ഓരോ ഡെപ്തിലും നമുക്ക് ഓരോ ടൈം ഇന്റർവെല്ലിൽ ഓരോ ഡെപ്ത് എത്തും. ആ ഓരോ ഡെപ്തിൽ RH വാല്യൂ നമുക്ക് കിട്ടും. പക്ഷെ HE അറിയില്ല അല്ലെ. സോ ഓരോ RHനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള HE നമുക്ക് കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയാണ് കാലിബ്രേഷൻ നടത്തുന്നത്. സോ നമ്മളൊരു ലെയർ ഫിക്സ് ചെയ്തു. ആ ലെയർ A ആണെന്ന് വിചാരിക്കാം. അതിന്റെ ഫ്രീ സർഫസിൽ നിന്ന് A വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എഫക്റ്റീവ് ഡെപ്ത് അല്ലെങ്കിൽ HE. സോ ടൈം T കഴിയുമ്പോൾ ഈ HE ഡെപ്തിലുള്ള റീഡിംഗ് ആണ് നമുക്ക് വേണ്ടതെന്ന് വിചാരിക്കാം. സോ ഇനി ഇതിന്റെ ഉള്ളിലോട്ട് നമ്മൾ ഹൈഡ്രോമീറ്റർ വെച്ചു. സോ ഇതിന്റെ ഉള്ളിലോട്ട് ഹൈഡ്രോമീറ്റർ വെക്കുമ്പോൾ എന്താ സംഭവിക്കാം, നേരത്തെ പറഞ്ഞതുപോലെ വാട്ടർ റൈസ് ചെയ്യും അല്ലെ. സോ വാട്ടർ റൈസ് ചെയ്യാന്ന് വെച്ചാൽ ആദ്യത്തെ ലെവൽ A ആയിരുന്നു. ആ എന്ന് വാട്ടർ A ഡാഷിലോട്ട് റൈസ് ചെയ്യും. BB വാട്ടർ BB ഡാഷിലോട്ട് റൈസ് ചെയ്യും. മനസ്സിലായല്ലോ. ഹൈഡ്രോമീറ്റർ മുക്കി കഴിയുമ്പോൾ വാട്ടർ റൈസ് ചെയ്യും. സോ A എന്ന ലെവലിൽ നിന്ന് കുറച്ച് മുകളിൽ A ഡാഷ് എത്തും. BB എന്നുള്ള ലെവലിൽ BB ഡാഷ് എത്തും. നമുക്ക് ആക്ച്വലി മെഷർ ചെയ്യേണ്ടത് A ആണ് നമ്മുടെ ഹൈറ്റ് അല്ലേ. സോ A ഹൈറ്റിലുള്ള സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. പക്ഷെ ഈ ആക്ച്വൽ A ഇപ്പൊ എവിടെ എത്തി, കുറച്ചുകൂടെ മുകളിലാണ് ഉള്ളത്. അവിടെയാണ് ഇപ്പൊ മെഷർ ചെയ്യുക. സോ വാട്ടർ റൈസ് ചെയ്യുന്നതുകൊണ്ടാണ്. സോ നമുക്ക് ഈ ഒരു ഫിഗർ വെച്ച് നമ്മുടെ എഫക്റ്റീവ് ഡെപ്ത്, സോ ഏത് ഹൈറ്റിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് ആ ഡെപ്ത് നമുക്ക് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വാട്ടർ എത്ര റൈസ് ചെയ്തു എന്ന് കണ്ടുപിടിക്കണം. സോ ഈ കണ്ടെയ്നറിന്റെ ഏരിയ A ആണെന്ന് വിചാരിക്കാം. സോ വോളിയം V ആണല്ലേ. സോ നമ്മൾ ഇത് മുക്കി കഴിയുമ്പോൾ എത്ര വെള്ളം പൊളുങ്ങുന്നത് നമുക്കറിയാം അല്ലെ. എത്ര വോളിയം ഒബ്ജക്റ്റ് ആണോ നമ്മൾ ഇമേഴ്സ് ചെയ്യുന്നത് അത്രയും വോളിയം പൊങ്ങും. സോ ഈ ലൈനിന്റെ താഴോട്ട് ഞാൻ എടുത്തു. നോക്കിക്കേ, ഈ ലൈനിന്റെ താഴോട്ട് ഞാൻ എടുത്തു. ഇതിന്റെ താഴോട്ട് എന്താ ഇമേഴ്സ് ചെയ്തിരിക്കുന്നത്, ഈ ഹൈഡ്രോമീറ്റർ ബൾബിന്റെ പകുതി. നോക്കിക്കേ, ഈ ലൈനിന്റെ താഴോട്ട് ഇമേഴ്സ് ചെയ്തിരിക്കുന്നത് ഈ ഹൈഡ്രോമീറ്ററിന്റെ ബൾബിന്റെ പകുതിയാണ്. അതായത് ടോട്ടൽ വോളിയം ഓഫ് ഹൈഡ്രോമീറ്ററിന്റെ പകുതി. സോ ടോട്ടൽ വോളിയം ഓഫ് ഹൈഡ്രോമീറ്ററിന്റെ പകുതി ഇമേഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് റൈസ് ചെയ്ത വോളിയം എത്രയായിരിക്കും, ടോട്ടൽ വോളിയം ഓഫ് ഹൈഡ്രോമീറ്റർ ബൈ 2, VH/2 ആയിരിക്കില്ലേ. സോ ഈ ഹൈറ്റ് എത്രയായിരിക്കും. സോ വോളിയം അറിയാം, ഏരിയ അറിയാം. വോളിയം ബൈ ഏരിയ ആണ് എന്ത്, ഹൈറ്റ്. സോ VH ഹൈഡ്രോമീറ്ററിന്റെ വോളിയം ആണ്. ഏരിയ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ VH/2A ആയിരിക്കും. കാരണം എന്താ, ഇതിന്റെ പകുതിയാണ് താഴോട്ട് ഇമേഴ്സ് ചെയ്യുന്നത്. അപ്പം ആ പകുതിന്റെ വോളിയാണ് റൈസ് ചെയ്യുക. പകുതിന്റെ വോളിയം എന്ന് വെച്ചാൽ ഹൈഡ്രോമീറ്റർ ബൾബിന്റെ ടോട്ടൽ വോളിയം അല്ലെങ്കിൽ ഹൈഡ്രോമീറ്ററിന്റെ ടോട്ടൽ വോളിയത്തിന്റെ പകുതി, ദാറ്റ് ഈസ് VH/2 ഡിവൈഡഡ് ബൈ ഏരിയ VH/2A. നമ്മൾ മേലോട്ട് വന്ന് ഇവിടെ നോക്കുക. ഇവിടെ ഈ ലെവലിന്റെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഹൈഡ്രോമീറ്റർ ബൾബ് മൊത്തത്തിൽ താഴെയാണ് അല്ലെ. സോ ഈ ലെവലിന്റെ താഴെ ഹൈഡ്രോമീറ്റർ ബൾബ് മൊത്തത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. സോ മൊത്തത്തിൽ മുങ്ങിക്കിടക്കുക എന്ന് വെച്ചാൽ എത്ര റൈസ് ചെയ്തിട്ടുണ്ടാവും. സോ ടോട്ടൽ ഹൈഡ്രോമീറ്ററിന്റെ വോളിയം റൈസ് ചെയ്തിട്ടുണ്ടാവില്ലേ. സോ ഇവിടെ പകുതിയായിരുന്നു, അതുകൊണ്ടാണ് പകുതി. ഇവിടെ മുഴുവനാണ്, അതുകൊണ്ട് ഇവിടെ മുഴുവൻ റൈസ് ചെയ്യും. സോ യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് VH/A. സോ ഇവിടെ VH/2A റൈസ് ചെയ്യും, VH/A റൈസ് ചെയ്യും. നമുക്ക് വേണ്ടത് HE ആണല്ലേ. സോ നമുക്ക് ഈ ഡിസ്റ്റൻസുകളൊക്കെ അറിയണം. സോ അതിന് നമ്മുടെ ഹൈഡ്രോമീറ്റർ ബൾബില്ലേ, ഹൈഡ്രോമീറ്റർ ബൾബിന്റെ ഹൈറ്റ് H ആണെന്ന് വിചാരിക്കാം. H ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ഹൈഡ്രോമീറ്റർ ബൾബ്. അപ്പൊ ഇവിടെ തൊട്ട് ഈ ലൈൻ വരെ എത്ര ഡിസ്റ്റൻസ് ആയിരിക്കും, H/2. ഇത് പൊങ്ങിയത് കൃത്യം ഹാഫിലാണ് കേട്ടോ. സോ H/2, ഇത് H/2. ടോട്ടൽ ഹൈറ്റ് H ആണെങ്കിൽ ഇതും H/2, ഇതും H/2 എന്ന് കിട്ടി. നമുക്കിത് ബാക്കിയുള്ളത് ഈ ഹൈറ്റ് ആണല്ലേ. സോ നമ്മൾ ഹൈഡ്രോമീറ്റർ മുക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു റീഡിംഗ് ഉണ്ടാവും. സോ ഇവിടെ തൊട്ട് ആ റീഡിംഗ് വരെയുള്ള ഹൈറ്റിനെ ഞാൻ H എന്ന് വിളിച്ചു. സോ ഇമ്മേഴ്സ് ചെയ്ത ഹൈറ്റ്, ഹൈഡ്രോമീറ്ററിന്റെ ബൾബ് തൊട്ട് ഏതാണോ റീഡിംഗ് കിട്ടുന്നത് അതുവരെയുള്ള ഹൈറ്റ് H ആണെന്ന് വിചാരിക്കാം. ഇതിൽ നിന്ന് നമുക്ക് H കണ്ടുപിടിക്കാം. സോ ഇത് H ആണ്, ഇത് H/2 ആണ്. നമുക്ക് വേണ്ടത് ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്. സോ ഞാൻ ഇതിനൊരു സ്പ്ലിറ്റ് ചെയ്യാം. ഇവിടെ മുതൽ ഇവിടം വരെ എത്രയായിരിക്കും ഡിസ്റ്റൻസ് നോക്കിക്കേ. ടോട്ടൽ H മൈനസ് VH/A, H മൈനസ് VH/A, H മൈനസ് VH/A എന്ന് കിട്ടി. ഇനി ഇവിടെ എത്രയാ, ഇനി നമുക്ക് ബാക്കിയുള്ളത് ഈ ഡിസ്റ്റൻസ് ആണല്ലേ. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ H/2 പ്ലസ്
VH by 2A. H by 2 plus VH by 2A. So നമ്മുടെ ടോട്ടൽ H എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? H minus VH by A plus H by 2 plus VH by A. So H is equal to H minus VH by A plus H by 2 plus VH by 2A. ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ H is equal to H plus half into H minus VH by A എന്ന് കിട്ടി. സോ നമ്മളൊരു ഹൈഡ്രോമീറ്റർ ഇമ്മേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹൈഡ്രോമീറ്റർ റീഡിങ് നമുക്ക് അറിയാമെങ്കിൽ അത് എത്ര ഹൈറ്റിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഇപ്പൊ ഇവിടെ ഒരു ഹൈഡ്രോമീറ്റർ RH വാല്യൂ ഉണ്ടാവില്ലേ, ആ RH കറസ്പോണ്ടിങ് ആയിട്ടുള്ള H കിട്ടി. ഇതുപോലെ ഓരോ RH കറസ്പോണ്ടിങ് ആയിട്ടുള്ള H നമുക്ക് കിട്ടും. സോ അങ്ങനെ ഈ ടെസ്റ്റ് പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുക. സോ നമുക്ക് ഇങ്ങനെ ഒരു ടേബിൾ കിട്ടും. ഒരു RH കറസ്പോണ്ടിങ് ആയിട്ടുള്ള H, ഒരു RH അങ്ങനെ എല്ലാ RH കറസ്പോണ്ടിങ് ആയിട്ടുള്ള H കിട്ടും. ഇനി ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഒരു ചാർട്ട് വരയ്ക്കും. സോ എഫക്റ്റീവ് ഡെപ്ത് വേഴ്സസ് ഹൈഡ്രോമീറ്റർ റീഡിങ് ഇങ്ങനെ ഒരു സ്ട്രേറ്റ് ലൈൻ ആണ്. സോ നമ്മൾ ഹൈഡ്രോമീറ്റർ വാട്ടറിൽ മുക്കി കഴിഞ്ഞാൽ അതിൽ ഏതാണോ റീഡിങ് വരുന്നത് ആ റീഡിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട് അത് ഏത് ഡെപ്തിലാണ് മെഷർ ചെയ്തതെന്ന് നമുക്ക് ഈ കർവിൽ നിന്ന് കിട്ടും. അതെല്ലാം നമുക്ക് ആവശ്യം, അതാണ് കാലിബ്രേഷൻ എന്ന് പറയാം. സോ കാലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈഡ്രോമീറ്ററിൽ മുക്കി കഴിഞ്ഞാൽ ഏത് റീഡിംഗ് ആണോ കിട്ടുന്നത് ആ റീഡിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെപ്ത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ദിസ് ഈസ് നോൺ ആസ് കാലിബ്രേഷൻ. സോ നമുക്ക് ഇപ്പൊ എന്തൊക്കെ കിട്ടി? ഡെപ്ത് കിട്ടി, ടൈം അറിയാം, സൈസ് അറിയാനുള്ള ഇക്വേഷൻ അറിയാം, നമുക്കിനി വേണ്ട പെർസെൻറ്റേജ് ഫയലാണ്. സോ അതിനെ നമ്മൾ ഹൈഡ്രോമീറ്റർ അനാലിസിസ് ചെയ്യണം അല്ലെ. അതിന്റെ എക്സ്പെരിമെന്റൽ പ്രൊസീജിയർ ആണ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുക. എക്സ്പെരിമെന്റ് ഇങ്ങനെയാണ്. ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത സസ്പെൻഷൻ എടുക്കുക, ആ സസ്പെൻഷനിൽ ഹൈഡ്രോമീറ്റർ ഇമ്മേഴ്സ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. ഹൈഡ്രോമീറ്റർ ഇമ്മേഴ്സ് ചെയ്യുന്നു. ഇമ്മേഴ്സ് ചെയ്യുന്ന സ്റ്റാർട്ടിങ് മൊമെന്റിൽ തന്നെ ഒരു സ്റ്റോപ്പ് വാച്ചും വെക്കുക. സോ സസ്പെൻഷനിലോട്ട് ഹൈഡ്രോമീറ്റർ ഇമ്മേഴ്സ് ചെയ്തു, സ്റ്റോപ്പ് വാച്ച് വെച്ചു. എന്നിട്ട് നമ്മൾ ഇതിന് റീഡിംഗ് എടുക്കാൻ തുടങ്ങുക. സോ ആദ്യത്തെ സെറ്റ് ഓഫ് റീഡിംഗ് ഇതാണ്. 0.5 മിനിറ്റ്, 1 മിനിറ്റ്, 2 മിനിറ്റ്, 4 മിനിറ്റ്. ഈ 0.5 മിനിറ്റിലും 1 മിനിറ്റിലും 2 മിനിറ്റിലും 4 മിനിറ്റിലുള്ള ഹൈഡ്രോമീറ്റർ റീഡിംഗ് എടുത്തു. അതാണ് RH. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ 4 റീഡിംഗ് എടുത്തു കഴിയുമ്പോൾ ഈ ഹൈഡ്രോമീറ്ററിനെ ഒന്ന് പുറത്തെടുക്കുക. എന്നിട്ട് ഡിസ്റ്റിൽഡ് വാട്ടറിൽ ഒന്ന് മുക്കുക. സോ കുറച്ച് നേരം ഡിസ്റ്റിൽഡ് വാട്ടറിൽ മുക്കി വെക്കുക. അതിനെ ഒന്ന് ക്ലെൻസ് ചെയ്യണം. നമ്മൾ സോയിൽ സൊല്യൂഷനിലോട്ട് ഇട്ടത് അല്ലേ. സോ അതിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു ഡിസ്റ്റിൽഡ് വാട്ടർ മീഡിയത്തിൽ കുറച്ച് നേരം നമ്മൾ മുക്കി വെക്കാം. എന്നിട്ട് പിന്നെയും നമ്മൾ എക്സ്പെരിമെന്റ് കണ്ടിന്യൂ ചെയ്യും. സോ 4 മിനിറ്റ് വരെയുള്ള റീഡിംഗ് എടുത്തു. ഇനി അങ്ങോട്ട് 8 മിനിറ്റ്, 15 മിനിറ്റ്, 30 മിനിറ്റ് അങ്ങനെ തുടങ്ങി 24 മണിക്കൂർ വരെ നമ്മൾ ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? നേരത്തെ നമ്മൾ ഒരുമിച്ച് 4 റീഡിംഗ് എടുത്തായിരുന്നു അല്ലേ. ഇനി അടുത്ത തവണ ചെയ്യുമ്പോൾ ഓരോ തവണ നമ്മൾ 8 മിനിറ്റിൽ ഒരു 20 സെക്കൻഡ് മുന്നേ നമ്മൾ മുക്കി വെക്കും. എന്നിട്ട് റീഡിംഗ് എടുക്കും. ശ്രദ്ധിച്ച് അതെടുത്തിട്ട് വീണ്ടും ഈ ഡിസ്റ്റിൽഡ് വാട്ടറിൽ വെച്ച് ക്ലീൻ ചെയ്യും. അങ്ങനെ ഓരോ റീഡിങ്ങും എടുക്കുന്നതിന് 20 സെക്കൻഡ് മുൻപ് നമ്മൾ ഈ ഹൈഡ്രോമീറ്റർ റിമൂവ് ചെയ്തിട്ട് റീഡിംഗ് എടുക്കും. സോ ഇതാണ് എക്സ്പെരിമെന്റൽ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഹൈഡ്രോമീറ്റർ മുക്കുന്നു, ഈ ടൈം ഇന്റർവെല്ലിലൊക്കെ റീഡിംഗ് എടുക്കുന്നു. ഇത്രയേ ഉള്ളൂ എക്സ്പെരിമെന്റ്. എക്സ്പെരിമെന്റ് സിമ്പിൾ ആണ്. ഇനി നമുക്ക് കുറച്ച് കറക്ഷൻസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഓരോ ഹൈറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൈഡ്രോമീറ്റർ റീഡിംഗ് കിട്ടിയില്ലേ. പക്ഷെ ആ ഹൈഡ്രോമീറ്റർ റീഡിംഗ് എല്ലാം നമ്മൾ നേരിട്ട് എടുക്കുക. കാരണം കുറച്ച് ഫാക്ടേഴ്സ് കൊണ്ട് ഹൈഡ്രോമീറ്ററിൽ കറക്ഷൻസ് ഉണ്ടാവാം. സോ അതിൽ ഒന്നാമത്തത് മെനിസ്കസ് കറക്ഷൻ. മെനിസ്കസ് കറക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു ഗ്ലാസും വാട്ടറിൽ മുക്കിയാൽ എന്ത് സംഭവിക്കും? 2 സർഫസസ് ആണല്ലേ. അപ്പൊ സർഫസ് ടെൻഷൻ സംഭവിക്കും. സർഫസ് ടെൻഷൻ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യും? മെനിസ്കസ് ഫോം ചെയ്യും. നമ്മളിത് ഹൈഡ്രോളജി പഠിച്ചു. സോ മെനിസ്കസ് ഫോം ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്ക് ആക്ച്വൽ ആയിട്ട് റീഡിങ് ഇതായിരുന്നു അല്ലെ. ഇതാണ് വാട്ടർ സർഫസ്. സോ അതായിരുന്നു ആക്ച്വൽ റീഡിങ്. പക്ഷെ ഇതിൽ ഹൈഡ്രോമീറ്ററിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റീഡിങ് കുറച്ചുകൂടെ മുകളിലാണ്. റീഡിങ് ഒബ്റ്റെയിൻഡ് ഇൻ ഹൈഡ്രോമീറ്റർ ഈസ് ലിറ്റിൽ ഹയർ. നിങ്ങൾക്ക് ഈ ഫിഗർ കണ്ടാൽ മനസ്സിലാവും. മേളിൽ നിന്ന് താഴോട്ട് വാല്യൂ കൂടി വരികയാണ്. സോ ഇവിടെയുള്ള വാല്യൂ ആക്ച്വലി ഹയർ ആയിരുന്നു. അതായത് ആക്ച്വൽ ഹൈഡ്രോമീറ്റർ റീഡിങ് ഹയർ ആയിരുന്നു. റീഡിങ് ഒബ്റ്റെയിൻഡ് അതിനേക്കാൾ ചെറുതാണ്. നോക്കിക്കേ, വലുത് താഴെയും ചെറുത് മേലെയല്ലേ. സോ വലിയ വാല്യൂയേക്കാൾ കുറഞ്ഞ വാല്യൂ ആണ് നമുക്ക് ആക്ച്വലി റീഡിംഗ് കിട്ടുന്നത്. സോ നമുക്കൊരു കറക്ഷൻ അപ്ലൈ ചെയ്യണം. ആ കറക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ്. സോ ആക്ച്വൽ റീഡിംഗ് ഈസ് ഹയർ ദാൻ ദ ഒബ്റ്റെയിൻഡ് റീഡിംഗ്. സോ വി ഹാവ് ടു അപ്ലൈ ദ കറക്ഷൻ. സോ കറക്ഷൻ കൂടുതലായതുകൊണ്ട് ഇറ്റ് ഈസ് പോസിറ്റീവ്. സോ നമുക്ക് കിട്ടിയ വാല്യൂവിനോട് ഈ ഡിസ്റ്റൻസ് കൂട്ടുകയാണ് വേണ്ടത്. സോ കിട്ടിയ വാല്യൂ പ്ലസ് ദിസ് കറക്ഷൻ ഈസ് ദ ആക്ച്വൽ റീഡിംഗ്. സോ കറക്ഷൻ ഈസ് പോസിറ്റീവ്. മെനിസ്കസ് കറക്ഷൻ നമ്മൾ CM എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. സോ ഇതാണ് ഒന്നാമത്തെ കറക്ഷൻ. രണ്ടാമത്തെ കറക്ഷൻ ടെമ്പറേച്ചർ കറക്ഷൻ. സോ ടെമ്പറേച്ചർ കറക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലിക്വിഡ് മീഡിയം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. അത് അതിന്റെ കാലിബ്രേറ്റ് ചെയ്യുന്നു പറഞ്ഞില്ലേ. സോ ഹൈഡ്രോമീറ്റർ കാലിബ്രേറ്റ് ചെയ്ത കാലിബ്രേഷൻ ചാർട്ട് ഉണ്ടാക്കുന്ന ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ നമ്മൾ ഉപയോഗിക്കുന്ന സൊല്യൂഷന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 27 ഡിഗ്രി സെൽഷ്യസ് ആണ്.
ഹൈഡ്രോമീറ്ററിന്റെ കാലിബ്രേഷൻ. പക്ഷെ ആക്ച്വലിൽ നമ്മൾ ഒരു സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ കൃത്യം 27 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. അതിനേക്കാൾ കൂടുതലാവാം, അതിനേക്കാൾ കുറവായിരിക്കും. സോ അതിനേക്കാൾ കൂടുതലായാലും എന്താ സംഭവിക്കുക? സോ യൂഷ്വലി ഒരു ലിക്വിഡിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ അതിന്റെ ഡെൻസിറ്റി കുറയും. സോ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെൻസിറ്റി കുറയും. സോ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെൻസിറ്റി കുറയുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ നേരത്തെ സ്പെസിഫിക് ഗ്രാവിറ്റിന്റെ ചാർട്ട് കണ്ടപ്പോൾ പറഞ്ഞല്ലേ, സ്പെസിഫിക് ഗ്രാവിറ്റി കുറഞ്ഞാൽ എന്താ സംഭവിക്കും? ബോയൻ ഫോഴ്സ് കുറയും. ബോയൻ ഫോഴ്സ് കുറഞ്ഞ ഹൈഡ്രോമീറ്റർ താഴോട്ട് സിങ്ക് ചെയ്യും. സോ ടെമ്പറേച്ചർ കൂടി കഴിയുമ്പോൾ ഡെൻസിറ്റി കുറയുന്നു. ഡെൻസിറ്റി കുറയുമ്പോൾ ബോയൻസി കുറയുന്നു. ബോയൻസി കുറയുമ്പോൾ ഹൈഡ്രോമീറ്റർ താഴോട്ട് മൂവ് ചെയ്യുന്നു. സോ നമുക്ക് വേണ്ട ആക്ച്വൽ റീഡിങ് ഇവിടെയായിരുന്നു അല്ലെ? ഇവിടെയായിരുന്നു ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നെങ്കിൽ കിട്ടേണ്ട റീഡിങ്. പക്ഷെ ഇപ്പൊ കിട്ടുന്ന റീഡിങ് കുറച്ചുകൂടെ മുകളിലാണ്. സോ കാലിബ്രേറ്റ് ചെയ്ത് കാലിബ്രേറ്റ് ചാർട്ട് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുക. അതുകൊണ്ടാണ് പറയുന്നത്. സോ ടെമ്പറേച്ചർ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് കാലിബ്രേഷൻ ചാർട്ടിൽ നിന്ന് കിട്ടുന്ന വാല്യൂവിന് എറർ വരും. ആ എറർ മാറ്റാനാണ് നമ്മൾ ടെമ്പറേച്ചർ കറക്ഷൻ ഉപയോഗിക്കുക. സോ ഡെൻസിറ്റി ടെമ്പറേച്ചർ ഈക്വൽ ആയിരുന്നെങ്കിൽ ആക്ച്വൽ റീഡിങ് വരേണ്ടത് ഇവിടെയാണ്. ഇവിടെ ഡെൻസിറ്റി കുറയുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും? ബോയൻസി കുറയും. ബോയൻസി കുറയുന്നതുകൊണ്ട് ഹൈഡ്രോമീറ്റർ താഴോട്ട് മൂവ് ചെയ്യും. സോ ആക്ച്വൽ റീഡിങ് താഴെയാണ്, നമുക്ക് കിട്ടുന്ന റീഡിങ് മുകളിലാണ്. സെയിം കേസ് അല്ലെ? സോ മുകളിലുള്ള നമുക്ക് ആക്ച്വൽ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്, എക്സ്പെരിമെന്റിൽ നിന്ന് കിട്ടുന്ന റീഡിംഗ് എന്ന് പറയുന്നത് യഥാർത്ഥ വാല്യൂവിനേക്കാൾ കുറവാണ്. സോ വി ഹാവ് ടു അപ്ലൈ എ കറക്ഷൻ ദാറ്റ് ഈസ് പോസിറ്റീവ്. സോ ടെമ്പറേച്ചർ കറക്ഷൻ പോസിറ്റീവ് CT നമ്മൾ അപ്ലൈ ചെയ്യണം when temperature is more. ഇനി സപ്പോസ് ഹൈഡ്രോമീറ്റർ കാലിബ്രേറ്റ് ചെയ്ത ടെമ്പറേച്ചർ 27 ഡിഗ്രി ആയിരുന്നു അല്ലേ? സോ അതിനേക്കാൾ കുറവാണെങ്കിൽ എന്താ സംഭവിക്കുക നോക്കുന്നു. ഇവിടെ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? ഡെൻസിറ്റി കുറഞ്ഞു. സോ ഏതൊരു മെറ്റീരിയൽ ആയാലും, പ്രത്യേകിച്ച് ലിക്വിഡ് മീഡിയത്തിൽ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഡെൻസിറ്റി കുറയും, ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി കൂടും. സോ ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കുറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുക? ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും. ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്താൽ എന്താ സംഭവിക്കും? ബോയൻ ഫോഴ്സ് ഇൻക്രീസ് ചെയ്യും. സോ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ബോയൻ ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുന്നു. ബോയൻ ഫോഴ്സ് ഇൻക്രീസ് ചെയ്യാൻ മീൻസ് മുകളിലോട്ടുള്ള ഫോഴ്സ് ഈ ഹൈഡ്രോമീറ്ററിനെ സംബന്ധിച്ചിടത്തോളം കൂടുതലാണ്. സോ ഹൈഡ്രോമീറ്റർ മൂവ്സ് അപ്പ്. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഡെൻസിറ്റി കൂടുമ്പോൾ ഹൈഡ്രോമീറ്റർ മുകളിലോട്ട് നീങ്ങുമ്പോൾ ആക്ച്വലി കിട്ടേണ്ട റീഡിങ് നോർമൽ കാലിബ്രേഷൻ ചാർട്ട് 27 ഡിഗ്രിയിലായിരുന്നു. ആ ചാർട്ടിൽ വരേണ്ട വാല്യൂ ഇതായിരുന്നു. സോ നോർമൽ 27 ഡിഗ്രി സെൽഷ്യസിലായിരുന്നെങ്കിൽ, പക്ഷെ ഇപ്പൊ എന്താ സംഭവിച്ചത്? ഹൈഡ്രോമീറ്റർ മുകളിലോട്ട് പൊന്തി. അപ്പൊ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റീഡിങ് എവിടെയായിരിക്കും? കുറച്ചുകൂടെ താഴെയായിരിക്കും. സോ ഹൈഡ്രോമീറ്റർ റീഡിങ് താഴെയാണ് എങ്കിൽ അതിന്റെ അർത്ഥം എന്താ നോക്കിക്കേ. ഈ നമ്മൾ ആദ്യം വരച്ച ഹൈഡ്രോമീറ്ററിന്റെ സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം 0.985 0.9 താഴോട്ട് റീഡിങ് കൂടിയാ വരിക. സോ താഴത്തെ റീഡിങ് മീൻസ് ഇറ്റ് ഈസ് എ ഹയർ വാല്യൂ. സോ ആക്ച്വലി കിട്ടേണ്ട വാല്യൂ ചെറുതായിരുന്നു, അതിനേക്കാൾ കൂടിയ വാല്യൂ ആണ് ഹൈഡ്രോമീറ്റർ കാണിക്കുന്നത്. സോ വി ഹാവ് ടു അപ്ലൈ എ കറക്ഷൻ വിച്ച് ഈസ് നെഗറ്റീവ് അല്ലെ? സോ വേണ്ട വാല്യൂ കുറവായതുകൊണ്ട് കിട്ടിയ വാല്യൂന്ന് ഒരു കറക്ഷൻ കുറയ്ക്കണം. ആ കറക്ഷൻ എന്ന് പറഞ്ഞാൽ എത്രയാ? ഈ ഡിസ്റ്റൻസ്. സോ ടെമ്പറേച്ചർ കറക്ഷൻ ഈസ് നെഗറ്റീവ് ഇൻ ദിസ് കേസ്. സോ ടെമ്പറേച്ചർ കറക്ഷൻ എന്ന് പറയുന്നത് കാലിബ്രേഷൻ ടെമ്പറേച്ചറിനേക്കാൾ കുറവാണെങ്കിൽ ഡെൻസിറ്റി വേരിയേഷൻ, ഡെൻസിറ്റി കുറയും. ഡെൻസിറ്റി കുറഞ്ഞാൽ ബോയൻ ഫോഴ്സ് കൂടും. സോ മൂവ്സ് ഡൗൺ. സോ ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി കൂടും. ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ ഹൈഡ്രോമീറ്റർ മൂവ്സ് അപ്പ്. സോ ഇറ്റ് ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ് കറക്ഷൻ. നേരത്തെ പറഞ്ഞ മെനിസ്കസ് പോസിറ്റീവ് ആയിരുന്നു, പക്ഷെ ടെമ്പറേച്ചർ ബേസ്ഡ് ഓൺ ദ ടെമ്പറേച്ചർ കൂടുതലാണോ കുറവാണോ എന്നതനുസരിച്ച് ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഇനി അവസാനത്തെ കറക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്പേഴ്സിങ് ഏജന്റ് കറക്ഷൻ ആണ്. സോ നമ്മൾ പറഞ്ഞു, നമ്മൾ എക്സ്പെരിമെന്റിന്റെ പ്രൊസീജിയർ പറയുന്ന സമയത്ത് പറഞ്ഞു, നമ്മൾ ഇതിൻ്റെ അകത്തുള്ള ഫ്ലോക്സ് ഒഴിവാക്കാൻ, അതായത് പാർട്ടിക്കിൾസ് ചാർജ്ഡ് ആയതുകൊണ്ട് അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഒരു ഡിസ്പേഴ്സിങ് മീഡിയം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. സോ ഒരു ഡിസ്പേഴ്സിങ് ഏജന്റ് ഉണ്ടാക്കുന്നുണ്ടല്ലേ. സോ ഡിസ്പേഴ്സിങ് ഏജന്റിൽ സോഡിയം ഹെക്സാമെറ്റാഫോസ്ഫേറ്റ്, സോഡിയം കാർബണേറ്റ് ഒക്കെ ഉണ്ട്. സോ അതൊക്കെ പാർട്ടിക്കിൾസ് ആണ്. ആ പാർട്ടിക്കിൾസ് നമ്മൾ ലിക്വിഡിലോട്ട് ഇടുമ്പോൾ എന്താ സംഭവിക്കുക? ആ ലിക്വിഡിന്റെ, ആ സസ്പെൻഷന്റെ ആക്ച്വൽ ഡെൻസിറ്റിയേക്കാൾ ഡെൻസിറ്റി കൂടും അല്ലെ? കൂടുതൽ മെറ്റീരിയൽ വരുമ്പോൾ ഡെൻസിറ്റി കൂടും. സോ ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നേരത്തെ പറഞ്ഞ പോലെ ബോയൻ ഫോഴ്സ് കൂടും. ബോയൻ ഫോഴ്സ് കൂടിക്കഴിഞ്ഞാൽ ഈ സാധനം മുകളിലോട്ട് പൊന്തും. സോ മുകളിലോട്ട് പൊന്തുമ്പോൾ ഡിസ്പേഴ്സിങ് ഏജന്റ് പാർട്ടിക്കിൾസ് ഇൻക്രീസസ് ഡെൻസിറ്റി, ഹൈഡ്രോമീറ്റർ മൂവ്സ് അപ്പ്. സോ നെഗറ്റീവ് കറക്ഷൻ. അഗെയിൻ നേരത്തെ പറഞ്ഞതുപോലെ ടെമ്പറേച്ചർ കുറയുന്ന കേസിൽ പറഞ്ഞതുപോലെ ഹൈഡ്രോമീറ്റർ മുകളിലോട്ട് പൊന്തിയാൽ നമുക്ക് ആക്ച്വലി വേണ്ട റീഡിങ് മുകളിലാണ്. അതായത് ഹൈഡ്രോമീറ്ററിന്റെ മുകളിൽ വേണ്ട ഒരു റീഡിംഗ് ആയിരുന്നു എന്ന് വെച്ചാൽ ചെറിയ വാല്യൂ ആണ് അല്ലെ? സോ ഹൈഡ്രോമീറ്ററിന്റെ താഴത്തെ വാല്യൂ ആണ് നമുക്ക് ആക്ച്വൽ ആയിട്ട് റീഡിങ് കിട്ടുന്നത്. അത് ആക്ച്വൽ വാല്യൂവിനേക്കാൾ
ചെറുതാണ്, സോറി വലുതാണ്. സോ നമുക്ക് വേണ്ട വാല്യൂ എന്താണ്? നെഗറ്റീവ് കറക്ഷൻ അപ്ലൈ ചെയ്ത് ചെറുതാക്കണം. സോ ദ കറക്ഷൻ ഡ്യൂ ടു ഡിസ്പേഴ്സിംഗ് ഏജന്റ് ഈസ് നെഗറ്റീവ്. സോ ഇതാണ് നമ്മുടെ കറക്ഷൻസ്. സോ നമ്മൾ ഹൈഡ്രോമീറ്റർ അനാലിസിസ് ചെയ്ത് നമുക്കൊരു റീഡിങ് കിട്ടി. ആ റീഡിങ് RH ആണെന്ന് വിചാരിക്കാം. ആ RH നിന്ന് നമ്മൾ നമ്മുടെ കാൽക്കുലേഷന് വേണ്ടി ഉപയോഗിക്കേണ്ടത് കറക്റ്റഡ് റീഡിംഗ് ആണ്. ആ കറക്റ്റഡ് റീഡിംഗ് എന്ന് പറയുന്നത് R എന്ന് റെപ്രസെന്റ് ചെയ്താൽ R ഈസ് ഈക്വൽ ടു RH പ്ലസ് കറക്ഷൻ ഡ്യൂ ടു മെനിസ്കസ് മൈനസ് കറക്ഷൻ ഡ്യൂ ടു ഡിസ്പേഴ്സിംഗ് ഏജന്റ് and then based on the temperature of the experiment plus or minus CT, അതായത് ടെമ്പറേച്ചർ കറക്ഷൻ. ഇതാണ് നമ്മൾ ഫൈനലി ഉപയോഗിക്കുന്ന R വാല്യൂ എന്ന് പറയുന്നത്. R വാല്യൂ എന്ന് വെച്ചാൽ നമുക്ക് ഹൈഡ്രോമീറ്ററിൽ നിന്ന് കിട്ടുന്ന വാല്യൂ. സോ നമ്മുടെ എക്സ്പെരിമെന്റ് കഴിഞ്ഞു. എക്സ്പെരിമെന്റിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? ഓരോ ടൈം ഇന്റർവെല്ലിലുള്ള RH വാല്യൂസ് കിട്ടി. എന്നിട്ട് നമ്മൾ അതിനെ കറക്റ്റ് ചെയ്തു. എന്നിട്ട് ടാബുലാർ ഫോമിൽ ആക്കിയെന്ന് വിചാരിക്കുക. സോ 0.5 മിനിറ്റിൽ കറക്റ്റഡ് RH, 1 മിനിറ്റിൽ കറക്റ്റഡ് RH. സോ ഇത്രയും ടൈം ഇന്റർവെല്ലിൽ RH വാല്യൂസ് നമുക്ക് കിട്ടി. ഇനി ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കാലിബ്രേഷൻ ചാർട്ട് എടുക്കും. കാലിബ്രേഷൻ ചാർട്ടിൽ നമുക്ക് എന്തറിയാം? അപ്പം ഹൈഡ്രോമീറ്റർ റീഡിംഗ് അറിയാം. ഓരോ ടൈം ഇന്റർവെല്ലിൽ ഹൈഡ്രോമീറ്റർ റീഡിംഗ് അറിയാം. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫക്റ്റീവ് ഡെപ്ത് ഈ ചാർട്ടിൽ നിന്ന് എടുക്കാം. സോ ഇപ്പൊ 0.5 മിനിറ്റിൽ എനിക്ക് 5 എന്ന് പറഞ്ഞൊരു റീഡിംഗ് ആണ് ഹൈഡ്രോമീറ്ററിൽ കിട്ടിയതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫക്റ്റീവ് ഡെപ്ത് ഈ ചാർട്ടിൽ നിന്ന് ഞാൻ എടുക്കുന്നു. അങ്ങനെ ഓരോ ടൈമിലുള്ള ഓരോ ഹൈഡ്രോമീറ്റർ റീഡിങ്ങിനുള്ള എഫക്റ്റീവ് ഡെപ്ത് എടുക്കുന്നു. ഇനി എന്നിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? പാർട്ടിക്കിൾ സൈസ് കണ്ടുപിടിക്കണം. പാർട്ടിക്കിൾ സൈസ് കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ കണ്ടു അല്ലെ? D is equal to root of K 18 eta by gamma S minus gamma L Hc by 60t. നമുക്ക് ടൈം ഇന്റർവെൽ അറിയാം. ഈ കാലിബ്രേഷൻ ചാർട്ടിൽ Hc കണ്ടുപിടിച്ചു. ഇതൊക്കെ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് ആണ്, കോൺസ്റ്റന്റ് ആണ്. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? പാർട്ടിക്കിൾ സൈസ് കിട്ടി. സോ പാർട്ടിക്കിൾ സൈസ് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് എന്താ? പെർസെൻറ്റേജ് ഫൈനൽ. എങ്ങനെയാ പെർസെൻറ്റേജ് ഫൈനൽ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ അതിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷന്റെ ഡെറിവേഷൻ നമുക്ക് ആവശ്യമില്ല. നമ്മൾ ഈ എക്സ്പെരിമെന്റ് ചെയ്ത സൊല്യൂഷനും സോയിലും ഒക്കെ വെച്ച് നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യും. പെർസെൻറ്റേജ് ഫൈനൽ ഈസ് ഈക്വൽ ടു G minus G minus 1 into R by MS into 100. സോ ഇതാണ് പെർസെൻറ്റേജ് ഫൈനൽ. സോ പെർസെൻറ്റേജ് ഫൈനലിൽ G എന്ന് വെച്ചാൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സോളിഡ്സ്. നമുക്ക് സോളിഡ്സിന്റെ ഹൈഡ്രോമീറ്റർ അനാലിസിസ് ആണ് നടത്തുന്നത്. സോ അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ആണ് G. അത് നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റ് വെച്ച് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. നെക്സ്റ്റ് കറക്റ്റഡ് RH. കറക്റ്റഡ് RH ആണ് ഈ R എന്ന് പറയുന്നത്. കറക്റ്റഡ് RH നമ്മൾ നേരത്തെ കണ്ടു. മെനിസ്കസ് കറക്ഷനും ടെമ്പറേച്ചർ കറക്ഷനും പിന്നെ അവസാനത്തെ ഡിസ്പേഴ്സിംഗ് ഏജന്റ് കറക്ഷനും ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഹൈഡ്രോമീറ്റർ വാല്യൂ ആണ് കറക്റ്റഡ് RH. സോ അത് നമുക്കുണ്ട്. MS എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സോളിഡ്സ്. നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് മാസ് എടുത്താൽ മതി. സോ നമുക്ക് G അറിയാം, R അറിയാം, MS അറിയാം. യു ക്യാൻ ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഫൈനൽ. സോ നമുക്ക് എന്ത് കിട്ടി? പാർട്ടിക്കിൾ സൈസ് കിട്ടി, പെർസെൻറ്റേജ് ഫൈനൽ കിട്ടി. വാട്ട് യു ക്യാൻ ഡു? യു ക്യാൻ പ്ലോട്ട് എ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ്. സോ നമ്മുടെ ഏത് പാർട്ടിക്കിൾ സൈസ് അനാലിസിസ് എക്സ്പെരിമെന്റ് ചെയ്താലും അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് ആണ്. ഇതിൽ നിന്നാണ് നമ്മൾ ഇനി കുറച്ച് കോഎഫിഷ്യൻസും മോഡുലസും ഒക്കെ വെച്ചിട്ട് നമ്മുടെ ഷേപ്പ് ഓഫ് ഗ്രാഫ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്തിനെ ഡിസൈഡ് ചെയ്യുക, ഏത് ക്ലാസിഫിക്കേഷൻ ആണ്, ഈ സോയിൽ ഏത് കാറ്റഗറിയിലാണെന്ന് ഡിസൈഡ് ചെയ്യുക. സോ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്ന പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് ആണ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ സെഡിമെന്റേഷൻ അനാലിസിസ് ബൈ ഹൈഡ്രോമീറ്ററിൽ സൈസ് കണ്ടുപിടിച്ചു, പെർസെൻറ്റേജ് ഫൈനൽ കണ്ടുപിടിച്ചു. നൗ പ്ലോട്ട് എ ഗ്രാഫ് ബിറ്റ്വീൻ പെർസെൻറ്റേജ് ഫൈനൽ ആൻഡ് സൈസ് വിത്ത് സൈസ് ഇൻ ദ എക്സ് ആക്സിസ് ആൻഡ് പെർസെൻറ്റേജ് ഫൈനൽ ഇൻ വൈ ആക്സിസ്. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവിന്റെ എക്സ് ആക്സിസ്, അതായത് സൈസ് ഓഫ് പാർട്ടിക്കിൾ ആക്സിസ് എപ്പോഴും ലോഗ് ഗ്രാഫ് ആയിരിക്കും. സോ ഇതൊരു സെമി ലോഗ് ഗ്രാഫ് ആണ്. സോ പ്ലോട്ട് ചെയ്യുക. ഇനി ഇതിൻ്റെ അകത്ത് നിന്ന് ഏതൊക്കെ വാല്യൂ ആണ് കിട്ടുക, ഈ ഷേപ്പ് വെച്ചിട്ട് എന്തൊക്കെ വ്യത്യാസമാണ് വരിക, ഏതൊക്കെ ക്ലാസിഫിക്കേഷൻ ആണ് ഉള്ളത് എന്ന് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണാം. സോ ബൈ.